അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ അലിഹി വസഹബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദ്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ സുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ ഖുലൂബൻ ഖാശിയ. യാ അയ്യുഹല്ലദീന ആമനു അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലക്കും തത്തഖൂൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൈ ബിലോവഡ് സിസ്റ്റേഴ്സ്, ഏറെ സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, ഉമ്മമാരെ, നാം ഇപ്പോൾ ഹോളി റംസാൻ, പരിശുദ്ധ റംസാൻ എൻട്രൻസ് അടുത്തിരിക്കുന്നത് കൊണ്ട് അതിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലേ. ആ ഹിലാൽ, ആ കുട്ടിച്ചന്ദ്രനൊന്ന് കാണാൻ വേണ്ടി എല്ലാവരും ലോകം മുഴുവൻ ഒരുങ്ങിയിരിക്കുകയാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. പ്രഗത്ഭ പണ്ഡിതന്മാരുടെ, അത് എമിനൻ്റ് സ്കോളേഴ്സിൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടവരാണ് എൻ്റെ ഈ ഓഡിയൻസിൽ അധിക പേരും. ഇന്നലെ ഹസീൻ എടുത്തത് റമദാനെ പറ്റിയാണെന്ന് തോന്നുന്നു അല്ലേ. അങ്ങനെ ഇഷ്ടമാതിരി ക്ലാസ്സുകൾ കേട്ടവരാണ് നിങ്ങൾ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഏതെല്ലാം രീതിയിലും നമ്മുടെ അമൽ സ്വാലിഹാത്തുകൾ വർദ്ധിപ്പിക്കാം, കൂലികൾ ഒന്ന് കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അമലുകൾ ഏതൊക്കെയാണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മോഡിഫിക്കേഷൻ, അതായത് നമ്മൾ സാധാരണ ഒരു ലൈഫ് സ്റ്റൈലും ഉറങ്ങലും കിടക്കലും ഭക്ഷണം കഴിക്കലും ഒന്നുമല്ല, റമദാനിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്യണം. ഒരു മോഡിഫൈഡ് വേർഷൻ ആയിരിക്കണം നമ്മളെ ആരോഗ്യവും നമ്മുടെ റമദാനും നമ്മുടെ ഉറക്കവും ഭക്ഷണമൊക്കെ. ആ ഒരു ടോണിലല്ലാണ്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ റമദാൻ നമ്മളെ ക്ഷീണം ബാധിക്കും. പ്രത്യേകിച്ച് റമദാൻ 20 കഴിയുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ പവർഫുള്ളായിട്ട് അമലിലേക്ക് ഒരുങ്ങേണ്ടി. അപ്പോഴത്തേക്ക് നമ്മൾ വീക്കായിപ്പോവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ആരോഗ്യവും. പിന്നെ ഇപ്പോൾ നല്ല ചൂടുകാലമായതിൻ്റെ പേരിൽ ഒരുപാട് വെള്ളം, വാട്ടറി ഫ്രൂട്ട്സും വാട്ടർ ഡ്രിങ്ക്സും ആയിട്ട് കൂടുതൽ കഴിക്കുക, ഹെവി ഫുഡ് കുറയ്ക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ഒക്കെ വഴിയേ പറയാം. ഈ വിഷയത്തിൽ ധാരാളം യൂട്യൂബ് ക്ലാസ്സുകളും അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല, വിഷയം വേറെ പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ റമദാൻ എന്താണെന്ന് നോക്കാം. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ, ആദരിക്കപ്പെട്ട റമദാൻ, ഓപ്പൺ ദ ഡോർസ് ഓഫ് റഹ്മത്ത്, അതായത് കാരുണ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ട് കിടക്കുന്ന മാസം, സ്വർഗവാതിലുകളും ഓപ്പണാക്കിയ മാസം, നരകവാതിലുകൾ അടക്കപ്പെട്ട മാസം. ഫുതിഹത്ത് അബുവാബുൽ ജന്ന ഒല്ലിക്കത്ത് അബുവാബുൽ ജഹന്നം, ഇബിലീസിനെ കെട്ടിയിട്ട മാസം. വസുൽസിലത്തി ഷയാത്തീൻ, നാടും വീടും പള്ളിയും ആരാധനാലയങ്ങളും എല്ലാം പരിശുദ്ധ ഗേഹമായ മക്ക, മദീന മുതലായ സ്ഥലങ്ങളെല്ലാം ഒരുപോലെ അലങ്കരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഹാർട്ട് ശുദ്ധീകരിച്ചു പാപങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലും തേട്ടത്തിലുമാണ്. പുണ്യങ്ങൾ വാരിക്കൂട്ടുകയും സമൃദ്ധി നിറഞ്ഞൊഴുകുകയും ചെയ്യുന്ന മാസം. അനാവശ്യ സംസാരങ്ങൾക്ക് വിലക്ക് വീഴുന്ന മാസം. TV ഫുള്ളി പണിമുടക്കുന്ന മാസം. യൂട്യൂബ്, വാട്സാപ്പ് യൂസേജ് ലിമിറ്റ് ചെയ്യുന്ന മാസം അല്ലേ. ആങ്കർ സോളോ ചെയ്യും. അതായത് എത്ര ദേഷ്യം വന്നാലും ദേഷ്യം നമ്മൾ വിഴുങ്ങിക്കളയും അല്ലേ. എന്തൊക്കെയോ പറയാനുണ്ടാവും, നമ്മൾ മൊത്തത്തിൽ അതൊന്നങ്ങ് വിഴുങ്ങും. ആങ്കർ സോളോ ആവും. വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. ആരൊരുവൻ അവൻ്റെ ദേഹേച്ഛയെ സൂക്ഷിച്ചുവോ അവൻ്റെ അഭയസ്ഥാനം സ്വർഗമാണ്. ഹോളി പരിശുദ്ധ ഖുർആൻ മാത്രമല്ല, വേദഗ്രന്ഥങ്ങളെല്ലാം അവതരിച്ചത് ഈ പരിശുദ്ധ റമദാനിലാണ്. പരിശുദ്ധ റമദാൻ അങ്ങനെ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഒരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു നബി ഇങ്ങനെ ഒരു കഥ പറഞ്ഞെടുക്കുക. അപ്പോൾ ഏതോ ഒരു മനുഷ്യനിങ്ങനെ രാവന്തിയോളം ദീനു വേണ്ടി ഓടി നടക്കും, രാത്രി നിസ്കരിക്കും. അങ്ങനെ അയാൾ എത്രയാണ് 950 എത്രയോ വർഷങ്ങൾ ജീവിച്ചു എന്ന് പറഞ്ഞപ്പോൾ സഹാബത്തിനൊക്കെ ആകെ ടെൻഷൻ. സഹാബത്ത് നബിയോടെ ചോദിച്ചു, അല്ല നബിയെ, ഇയാൾ പകൽ മുഴുവനും ദഅ്വാ രംഗത്തും പ്രവർത്തിച്ച് രാത്രിയുള്ളത് അജിതൊക്കെ സ്കെച്ച് 950 വർഷം എത്രയോ ഇയേഴ്സ് പറഞ്ഞു. അപ്പോൾ അക്കണക്കിന് നമ്മൾ ഈ 60-70 വയസ്സുകൊണ്ട് നമ്മൾ എന്താക്കാൻ, നമുക്ക് ഇത്ര കുറച്ച് ആയുസ്, ഇത്ര കുറച്ച് അമലുകളെ നമുക്ക് ചെയ്യാൻ പറ്റൂ, നമുക്ക് സ്വർഗത്തിൽ മുന്നേറാൻ പറ്റുമോ എന്നൊക്കെ ആയി ചോദ്യം. അപ്പോഴാണ് നമുക്ക് പ്രിയപ്പെട്ട, ഏറ്റവും വിലപ്പെട്ട, മതിക്കാനാവാത്ത, മറ്റൊരു സമൂഹത്തിനും മറ്റൊരു ഗോത്രത്തിനും മറ്റൊരു പ്രവാചകന്മാർക്കും മറ്റൊരു മതക്കാർക്കും ഇല്ലാത്ത പോരുഷാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ എന്ന ആ മഹത്തായ സൗഭാഗ്യം ഇറങ്ങുന്നത് ആ അവസരത്തിലാണ്. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. 83 വർഷത്തെ
ത്തെ പ്രതിഫലമാണ് അത് കിട്ടാൻ വിചാരിച്ചില്ലേ. അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദുആ ചെയ്യണം. അതൊന്ന് വെറുതെ ഇങ്ങനെ കൊണ്ടുപോയി തരുമെന്ന് വിചാരിച്ചിരുന്നാൽ പോരാ, നമ്മൾ അതിന് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ അവർ ടോപ്പിക്ക് റമദാൻ, ഹൗ ടു ഡിസൈൻ റമദാൻ, എങ്ങനെ നമുക്ക് റമദാൻ ഡിസൈൻ ചെയ്യാമല്ലേ. അതിപ്പോഴേ നമ്മൾ ഒരു പാത്രം കഴുകി വെച്ച് മുളകും മല്ലിയും വാങ്ങി വെച്ച് RPG പിന്നെ അണ്ടിയൊന്നും വാങ്ങിയത് മാത്രം പോരാലോ. റമദാനിന് വേണ്ടിയിട്ട് എങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം, ഇതൊക്കെ ചെയ്യാം. യൂട്യൂബേഴ്സൊക്കെ ഭയങ്കരമായ തകൃതിയായിട്ട് സമോസ എണ്ണക്കായും എന്തെല്ലാം സാധനങ്ങൾ ഒരു മാസത്തേക്ക് ഹൗ ടു സ്റ്റോർ ഫ്രോസൺ എന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസുകളിൽ ഒരു തകൃതിയായിട്ട് മെനക്കെടുക. സംഭവം ശരിയാണെങ്കിലും അല്ല, നമുക്ക് സമയം കുറേ പോകുന്നെങ്കിലും കൂടി അവരാ ചെയ്തൊക്കെ പോലെ ചെയ്ത് വെച്ചാൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഒരു പലഹാരം അന്നേരം ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല എന്ന് വേണം പറയാൻ അല്ലേ. പിന്നെ ഒന്നാമതായിട്ട് നല്ല ചൂട്. അപ്പോൾ നമ്മൾ മെയിൻലി പിന്നെ വെള്ളത്തിൻ്റെ വിഷയത്തിൽ നല്ലോണം ശ്രദ്ധിക്കണം. ഒരുപാട് വെള്ളം കുടിക്കണം. പിന്നെ ഈ തറാബിക്കൊക്കെ പോകുമ്പോൾ വെള്ളം കയ്യിൽ കരുതണം. എന്തെങ്കിലും വെള്ളം ഉണ്ടാകും, ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും. ആ കുടിക്കുന്ന വെള്ളം നമ്മളിപ്പോൾ മൂത്രമൊഴിക്കേണ്ടി വരുമെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതൊന്നും മൂത്രാശയത്തിലേക്കൊന്നും എത്തൂല, അതിൻ്റെ മുമ്പേ തന്നെ ബാഷ്പീകരിച്ച് പോലും. പിന്നെ യു ഹാവ് ടു ലിമിറ്റേറ്റ് യുവർ ഓൺ ഫോൺ അല്ലേ. ബോധപൂർവ്വം സ്ട്രിക്ട്ലി കൺട്രോൾഡ്. നമ്മുടെ മനഃപൂർവ്വം നമ്മുടെ വിരലുകളെ നമ്മൾ കൺട്രോൾഡ്. അത് പറഞ്ഞല്ലോ, വനഹന്നഫ്സ അനിൽ ഹവ ഫൈനൽ ജന്നത്ത് ഹിയൽ മഅവ. അപ്പം മനഃപൂർവ്വം നമ്മൾ ഫോണിൽ നിന്നൊന്ന് പ്രത്യേകം മാറി നിൽക്കുക തന്നെ വേണം. പിന്നെ നമ്മളെല്ലാവരും നമ്മളെ ഗ്രൂപ്പിലേക്കും സുഹൃത്ത് ബന്ധത്തിലേക്കൊക്കെ മെസ്സേജ് ചെയ്യണം. അനാവശ്യ ഫോൺ കോളുകൾ മാക്സിമം ഒഴിവാക്കുക. ആവശ്യമുണ്ടെങ്കിൽ 2 വാക്ക് മെസ്സേജ് മാത്രം. ഇനി പിന്നെ നല്ലതല്ലേ, ആ വിവരമല്ലേ ഈ വിവരമല്ലേ, ഇത് അറിഞ്ഞോട്ടെ എന്നും വിചാരിച്ച് മെസ്സേജ് ഫോർവേഡ്സ് ആരും ഇനി അയക്കണ്ട. ഫോർവേഡ്സിനൊക്കെ ഈ ഒരു മാസം ഇബ്ലീസിനെ കെട്ടിയിട്ട പോലെ നമുക്കൊന്ന് കെട്ടിയിടാം. കാരണം ഒരു ഫോർവേഡ് നോക്കാനായിട്ടായിരിക്കും നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ മണിക്കൂറുകളോളം അതിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്ത് അതിലിങ്ങനെ നോക്കി നോക്കി വേറെ എവിടെയൊക്കെയോ എത്തിപ്പോകുന്നുണ്ട് അല്ലേ. അപ്പം യൂട്യൂബിൽ കാണാം വേറെ എന്തെങ്കിലും തടി കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ചൂടത്ത് കുടിക്കേണ്ട ഡ്രിങ്ക്സ് എന്താണ്, ഇങ്ങനെ പലത് നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലത് സോഷ്യൽ മീഡിയയിൽ അലങ്കരിച്ച് വെച്ചിട്ടുള്ള മാസമാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജും ഫോൺ കോൾ തീരെ വേണ്ടാന്ന് തന്നെ വേണം പറയാൻ. അത്യാവശ്യം ഉണ്ടെങ്കിൽ 2 വാക്ക് മെസ്സേജ്, ആ മെസ്സേജ് തന്നെ നീട്ടി വലിച്ച് പറയണ്ട. ദുആ ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിൽ ദുആ ചെയ്താൽ മതി. ഫോണിലിങ്ങനെ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നിങ്ങളെ പറയുന്നതിനനുസരിച്ച് കേൾക്കുന്ന ആൾ അതിന് കേൾക്കാനും സമയം കണ്ടെത്തണമല്ലോ. അങ്ങനെയും മനസ്സിലാക്കാം. നമ്മൾ കേൾക്കാണ്ട് പറഞ്ഞാലും അള്ളാഹു നമുക്ക് പ്രതിഫലം തരുമല്ലോ. പിന്നെ എന്ത് പറഞ്ഞാലും നമുക്ക് ഇബിലീസിനെ കുറ്റം പറയാനേ ഉണ്ടാവില്ലേ. സത്യത്തിൽ ഇബിലീസ് ലൈഫാണ്. ഇബിലീസിന് ഒരു കഴിവില്ല, ഒരു ശക്തിയുള്ള. പക്ഷെ നമ്മൾ തന്നെയാണ്, നമ്മളും നമ്മുടെ മനസ്സും അല്ലേ. നമ്മളെ മനസ്സിനെ നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്തേ പറ്റൂ. പിന്നെ അപ്പോൾ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് കിട്ടുന്നത്. ഉദാഹരണമായിട്ട് നമ്മളിപ്പം ഒരു ദിക്ർ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക ചെയ്യുകയാണെങ്കിൽ ഫോൺ ചാർജറിലിട്ട് ദൂരെ വെക്കുക. കാരണം നമ്മൾ ഉദ്ദേശിച്ച അത്ര ദിക്റുകൾ എടുക്കണമെങ്കിൽ എന്തായാലും ഫോൺ നമ്മളടുത്ത് പറ്റൂല. നമ്മളടുത്ത് ഫോൺ ഉണ്ടെങ്കിൽ നമ്മളത് നോക്കി ഇത് നോക്കി യൂട്യൂബിൽ നോക്കി ഫേസ്ബുക്കിൽ നോക്കി അല്ല സ്റ്റാറ്റസ് നോക്കി ഇങ്ങനെ സമയം കളയും. അപ്പോൾ ദിക്ർ എടുക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഒരിക്കലും ഫോൺ അടുത്തൊന്നും വെക്കരുത്, ദൂരെ വെക്കുക. ദൂരെ പോയി എടുക്കാൻ മടിയാവും. പിന്നെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഖുർആൻ പാരായണം തന്നെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ ഒരു മാസം തന്നത് തന്നെ ഖുർആൻ പാരായണം. എല്ലാവരും നമ്മളൊക്കെ പണ്ടൊക്കെ ഒരുപാട് ഓതിയിരുന്നവരാണ് അല്ലേ. പിന്നെ നമ്മൾ തഫ്സീറും പരിഭാഷയൊക്കെ ആയപ്പം പിന്നെ പാരായണം നന്നേ കുറഞ്ഞു. പക്ഷേ ആക്ച്വലി പാരായണം തന്നെയാണ് ഈ സമയത്ത് മുന്നിട്ട് നിൽക്കേണ്ടത്. എന്നുവെച്ച് പിന്നെ പരിഭാഷ നോക്കി ഓതണ്ടെന്നല്ല, പക്ഷേ എന്നിരുന്നാലും ഇതൊരു കൊല്ലത്തിലൊരു 3 തന്നെങ്കിൽ തീർക്കണമെന്നുള്ള ടാർഗറ്റ് ചെയ്തിട്ട് മിനിമം കേട്ടോ. അതിലധികം കൂടി ചെയ്യുന്നതിലൊക്കെ നമ്മളടുത്ത ഒരു വീട്ടിലൊരു സഹോദരി 7 യാസി ഗ്രൂപ്പിലുള്ളൊരു സിസ്റ്റർ എപ്പോഴും 7 പ്രാവശ്യം ഹത്തം തീർക്കുന്ന ആളാണ്. അപ്പോൾ അത്രയൊക്കെ തീർക്കാൻ വേണമെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ട് ഹത്തം തീർക്കുന്നതിൽ തന്നെയാണ്. പിന്നെ ക്ലാസ്സുകൾ കേൾക്കണ്ടെന്ന് ഞാൻ പറയില്ല. ക്ലാസ് തന്നെ ഒരുപാട് ക്ലാസ്സുകൾ റഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ്സിൻ്റെ ഒരു പ്രയോജനവുമില്ല എന്ന് വേണം പറയാൻ. എന്നുവെച്ചാൽ ഒരു 1-2 ക്ലാസ് മാത്രം കേൾക്കുക, എന്നിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായ കാര്യങ്ങൾ എഴുതി വെച്ച് മനസ്സിലാക്കി എടുക്കുക. അതല്ലാണ്ട് ക്ലാസ് കേൾക്കാൻ വേണ്ടി രാവിലെ ഇഷ്കാത്ത് കയറി പിന്നെ വേറെ ഏതെങ്കിലും കയറി സുബൈക്ക് വേറെ കയറി ഇങ്ങനെ ക്ലാസ് കേട്ട് അങ്ങനെ ഒരു ഓവർ ക്ലാസ് ലോഡഡ് ആകുന്ന ഒരു പിന്നെ സിറ്റുവേഷൻ ഉണ്ടാവരുത്.
എപ്പോഴും ഖുർആനിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. ഖുർആൻ പിന്നെ ഹിഫ്ലിൻ്റെ കാര്യത്തിലും മറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്ന ആ വർഷം 2 പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം ഫുൾ ഖുർആൻ ഹിഫ്ല് നോക്കിയിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ വേറൊരാളില്ല അല്ലേ. അതുകൊണ്ടാണ് അത്ര പെർഫെക്റ്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ കൊണ്ട് ഹിഫ്ല് ചെയ്യിപ്പിച്ചിട്ട് ഇബ്ലീസ് വിട്ടത്. പിന്നെ ഒരുപാട് ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും ഇവന്തോ ഖുർആൻ പാരായണത്തിന് തന്നെ ഒന്നും കൂടെ ഫോക്കസ് ചെയ്യാൻ. ഇപ്പോൾ അർത്ഥം അറിഞ്ഞ് ഓതുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം വേറെ തന്നെ, ആ ഒരു ലെവൽ തന്നെ വേറാണ്. പക്ഷേ പിന്നെ ഫുൾ അർത്ഥം അറിഞ്ഞൊരു 4 5 ജുസ് മാത്രമേ ഓതാൻ പറ്റുന്നു എന്നുള്ളൊരവസ്ഥയായി പോകരുത്. അർത്ഥം അറിഞ്ഞൊരു പ്രാവശ്യം ഓതി പിന്നെ കുറേ അർത്ഥം നോക്കാത്ത രീതിയിൽ സാധാരണ പാരായണം എന്ന നിലക്കും ഒരുപാട് വർദ്ധിപ്പിക്കാം. പിന്നെ ഖുർആനെ കെട്ടിപ്പുണരുന്ന, പുണരുന്ന, മഹത്വപ്പെടുത്തുന്ന അല്ലേ, ഷഹറു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ അല്ലേ, ഹുദൽ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ ഖുർആനാണ്. അപ്പം അതിൽ കാര്യങ്ങൾ ഏത് രീതിയിൽ പിന്നെ ഓതിയാലും നമുക്ക് ഉപകാരപ്രദമായ രീതിയിൽ തന്നെ എത്തുള്ളൂ. മൻ ഖറ ഹറഫം മിൻ കിതാബില്ലാഹി ഫലഹു അഷറു അംസാലിഹ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു വചനം ഓതിയാൽ അതിൻ്റെ പ്രതിഫലം അതിന് 10 ഇരട്ടിയാണ്. ഒരു സാധാരണ ലെവലുള്ള പ്രതിഫലമാണ്. ഇത് റമദാനിലാവുമ്പോൾ 7 70 70,000 വിടണം അല്ലേ, നമുക്കറിയില്ല. അള്ളാഹു പറഞ്ഞിക്കണ്, നോമ്പ് എനിക്ക് വേണ്ടിയാണ് അവർ പിടിക്കുന്നത്, അവർ വിശപ്പും ദാഹവും അനുഭവിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്ന് വന്നവരാണെങ്കിൽ പോലും വിട്ടു നിന്നേ പറ്റൂലേ. റമദാൻ്റെ ആ ചൈതന്യത്തിൻ്റെ ആ ദിവസങ്ങളിൽ ഒരു ബന്ധവും പാടില്ല. അത്രത്തോളം ത്യാഗം സഹിക്കുന്ന എനിക്ക് വേണ്ടിയാണ്, ഞാനതിന് പ്രതിഫലം കൊടുക്കും. അപ്പോൾ അതുപോലെ കണക്കില്ലാത്ത പ്രതിഫലം കിട്ടണമെങ്കിൽ നല്ല സിൻസിയറായിട്ട് തന്നെ നോമ്പ് നോൽക്കുകയും വേണം. ആ നോക്കുന്ന നോമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മുടെ നാവിനെ തന്നെയാണ് മെയിനായിട്ട് സൂക്ഷിക്കേണ്ടത്. പിന്നെ പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്ന പ്രതിഫലത്തിനാണ് എങ്കിൽ പാരായണം എപ്പോൾ ചെയ്യണം, എങ്ങനെ ചെയ്യണം? അത് ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചല്ലേ. എപ്പോഴാണെന്ന് വെച്ചാൽ പള്ളിയിൽ വെച്ചിട്ടും നമസ്കാരത്തിലും പാരായണം ചെയ്യുന്ന ആയത്തുകൾക്ക് ഒരു വേറെ തന്നെ ലെവലാണ് കൂലി എന്ന് വേണം പറയാൻ. എന്താണ് അതിൻ്റെ ഒരു പ്രതിഫലം റബ്ബേ. അത് ഒരായത്ത് എന്നാണ് പറയുന്നത്. ആയത്തിൻ്റെ വലിപ്പവും വണ്ണമൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ അലിഫ് ലാം മീമും യാസീൻ വൽ ഫജ്ർ ഇതൊക്കെ ഒരായത്തല്ലേ. ഇതിനും വലിയ അൽബഖറ ദൈനിൻ്റെ ആയത്ത് ഓതിയാലും എല്ലാം സമം പ്രതിഫലമാണ്. അതായത് എബവ് 15 lakhs മുതൽ 18 ചുവന്ന ഒട്ടകത്തിൻ്റെ, ഒരു ഗർഭിണിയായ ഒട്ടകത്തിൻ്റെ പ്രതിഫലമാണ്. അപ്പോൾ പള്ളിയിൽ നമ്മൾ ജുമാക്കോ വേറെ എന്തെങ്കിലും ക്ലാസ്സിൻ്റെ ആവശ്യത്തിനൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരുപാട് പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അന്നേരം വർത്തമാനങ്ങളും ഇനി ഒരുപാട് പള്ളിയിൽ സ്ഥിരമായിട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ഇപ്പോൾ ഒന്ന് തൽക്കാലം നിർത്തി വെക്കുക. ചിലർ അതിനു വേണ്ടി വർത്തമാനം പറയാനായിട്ട് വരുന്നവരുണ്ടാവും. ഓരോ മുഖത്തേക്ക് നോക്കാണ്ടിരിക്കും, ഓരങ്ങനെ പറഞ്ഞോട്ടെ. നമ്മളിപ്പോൾ റമദാൻ മാസത്തിൽ നോമ്പും തുറന്ന് ക്ഷീണമായിട്ടൊന്ന് കിടക്കാണ്ട് ആ തറാവിഹ് എന്നും പറഞ്ഞിട്ട് ഓടുന്ന എന്തിനാ? അത് പള്ളിയിൽ നിന്ന് കിട്ടുന്ന പുണ്യങ്ങളൊക്കെ നേടിയെടുക്കാനല്ലേ. അപ്പോൾ അവിടെ പോയി വർത്തമാനം പറഞ്ഞിരുന്നാൽ അതൊന്നും കിട്ടൂല. അപ്പോൾ അങ്ങനെ പറയാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മറ്റാൾ എതിർകക്ഷിയുണ്ടെന്നില്ലെങ്കിൽ ആ പറയുന്ന ആൾക്ക് ഒരു ഇത് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കണ്ട ഫ്രണ്ട്സിൽ നിന്ന് മാറി ഇരുന്നിട്ട് മാക്സിമം ഓതാൻ തന്നെ ശ്രമിക്കുന്നു. ഇപ്പോൾ കുറേ ഓതുമ്പോൾ മടുപ്പ് ഓതുന്നതാണ്. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ചെല്ലാലോ, അന്നേരം മുസാഫും കയ്യിൽ വേണ്ടാലോ. അത് ഓതിക്കഴിഞ്ഞാലും എത്രയാണ് പ്രതിഫലം. അപ്പോൾ അതുപോലെ തന്നെ നിസ്കാരത്തിൽ നമ്മൾ വീട്ടിൽ ചിലരൊക്കെ സുന്നത്ത് നിസ്കാരത്തിൻ്റെ വിഷയം പറയുമ്പോൾ ചോദിക്കുമോ, സുന്നത്ത് നിസ്കാരത്തിൽ വജ്ജത്ത് ഓതണോ, ഫാത്തിഹ ഓതണോ? അല്ലെ, ഫാത്തിഹ ഓതണോ എന്നല്ല, പിന്നെ വലിയ സൂറത്ത് ഓതണോ, ചെറുത് ഓതിയാൽ മതിയോ, അല്ലെങ്കിൽ സൂറത്ത് ഓതാണ്ട് നിസ്കരിച്ചൂടെ എന്നൊക്കെ പറയുന്നൊക്കെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ അള്ളാഹിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് പിന്നെ സുന്നത്തായ കർമ്മത്തിൽ പെട്ടതാണ് ഖുർആൻ പാരായണം. അത് അള്ളാഹുവിന് നിസ്കാരത്തിൽ പാരായണം ചെയ്യുന്ന സൂറത്തുകളും ആയത്തുകളൊക്കെ അള്ളാഹുവിന് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഒരുപാട് പാരായണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ നാട്ടിലെ കുറ്റിച്ചിറ എന്ന് പറഞ്ഞൊരു പ്രത്യേക ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ ഒരുപാട് പള്ളികളാണ്. ഒറ്റ ടൈമിൽ ഒരു 5 6 പള്ളിയിലെ ബാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കും. കാണുന്ന ഭാഗത്തിന് എത്രയോ പള്ളികളുണ്ട്. എന്നിട്ട് ആ പരിസരത്തുള്ള വലിയ വലിയ വീടുകളിലുള്ള പെണ്ണുങ്ങൾ, ആണുങ്ങൾ ജമാഅത്തിന് പോകുന്നത് പിന്നെ വലിയ അത്ഭുതമുള്ള കേസല്ലല്ലോ, അത് പണ്ടേ പോകുന്നതല്ലേ. പക്ഷെ പെണ്ണുങ്ങൾ എല്ലാ 5 വക്തും പള്ളിയിൽ വന്ന് നിസ്കരിച്ച് പോകണമല്ലുണ്ട്. നിസ്കരിച്ച് പോണ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉണ്ട്. ഭയങ്കരം തന്നെയാണ്. നമുക്കൊന്നും വിചാരിച്ചാൽ കഴിയൂല. നമ്മളത് പള്ളി അകലായതുകൊണ്ടും പിന്നെ അവർക്ക് എന്താണെന്നറിയില്ല, അത് നല്ലൊരു ഇതാണ്. എല്ലാ ഭക്തും പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ച് പോകും. ഈവൻ മഗ്‌രിബ് വരെ
നോമ്പ് തുറന്ന് നിസ്കരിച്ചിട്ടാണ് പിന്നെ വീട്ടിൽ പോയിട്ട് ബാക്കി ഭക്ഷണമൊക്കെ കഴിക്കുക. അങ്ങനെ ഉണ്ട്. പക്ഷെ എന്തൊരു മഹത്തായ സൗഭാഗ്യമായിരിക്കില്ലേ. അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ നിസ്കരിക്കുകയാണ്. എത്രമാത്രം പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുക അല്ലേ. ജമാഅത്തിൻ്റെ പുണ്യം സ്പെഷ്യൽ തന്നെയല്ലേ. അതൊന്ന് പറയേണ്ടത് തന്നെയാണല്ലോ അല്ലേ. പള്ളിയിലേക്ക് നടക്കുമ്പോൾ കൂലി അള്ളാഹു വാനലോകത്ത് വെച്ചിട്ട് നമുക്ക് ഫീസ്റ്റ് ഒരുക്കും എന്നാണ് പറയുന്നത്. അള്ളാഹു ഫീസ്റ്റ്, അള്ളാഹിൻ്റെ വിഭവസമൃദ്ധമായ സൽക്കാരം ഒന്ന് ആലോചിച്ച് നോക്കിയില്ലേ. ലോകത്തിൽ നമ്മൾ പല സൽക്കാരവും കേട്ടിട്ടാണ്. 5 സ്റ്റാർ ഹോട്ടലിലെ ഇതും പിന്നെ റിസോർട്ടുകളിൽ വെച്ചിട്ടും വേറെ ഓരോ വെഡ്ഡിങ് പാർട്ടി അത് ഇത് പറഞ്ഞാൽ കേട്ട ഒരുപാട് പാർട്ടികൾ. പക്ഷെ അള്ളാഹു ഫീസ്റ്റ് ഒരുക്കുക എന്ന് പറയുന്നതല്ലേ ഭയങ്കര ഫീസ്റ്റായിരിക്കും. ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ സദ്യ. അപ്പോൾ അത് ആർക്കാണ്? പള്ളിയിൽ പോണവർക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു ഒരുക്കുക പോലെ. പിന്നെ ഓരോ കാലടി എടുത്ത് വെച്ചാൽ അതിനൊക്കെ പാപമോചനം, അതിനൊക്കെ പുണ്യം, ഓരോ ഇത് സ്വർഗത്തിലെ ദർജകൾ കൂടി വരും. ഓരോ ഭക്ത നിസ്കാരം എടുത്ത് വീട്ടിൽ നിന്ന് പോയാൽ ഒരു ഹജ്ജ് ചെയ്തവനെ പോലെയാണ്, ഉംറ നിർവഹിച്ചവനെ പോലെയാണ്. ഇങ്ങനെ ഇങ്ങനെ എത്ര 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 പ്രതിഫലങ്ങളാണ് മസ്ജിദിൽ പോണവർക്ക് കിട്ടുക അല്ലേ. അപ്പം അതുകൊണ്ട് സുബഹിക്കും ഇശാക്കും എന്തായാലും ഒന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുക. തറാവീഹ് നിസ്കരിക്കുകയും ചെയ്യുക. സുബഹിയാണെങ്കിൽ കുട്ടികളൊക്കെ നോമ്പൊക്കെ അത്താഴമൊക്കെ കഴിച്ച് ഒരു സ്വസ്ഥമായിട്ട് കിടക്കുന്ന ഒരു സമയമാണ്. വേണമെങ്കിൽ സ്കൂട്ടറിൽ പള്ളിയിൽ പോകണമല്ലപ്പുറം നമ്മളൊക്കെ വിചാരിച്ചാൽ നടക്കും അല്ലേ. ഇൻഷാ അല്ലാഹ്. ബില്ലാഹി തൗഫീഖ്. ഒരുപാട് അമലുകൾ ചെയ്യണമെന്ന് മുറാദുണ്ട് അല്ലേ. അതിന് വേണ്ടി ദുആ ചെയ്യാം അല്ലേ. മലക്കുകളെ സാന്നിധ്യമുള്ള സദസ്സിൽ വെച്ചിട്ട് ഒരുപാട് ദുആ ചെയ്ത് അടുത്ത റമദാൻ ആകുമ്പോഴേക്കും നമ്മളെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് വലതത്തും ഒരു ഉമ്മ പ്രസവിച്ച പൈതലിനോളം പരിശുദ്ധമായ രീതിയിലായി തീരട്ടെ. ആമീൻ. പിന്നെ നമ്മൾ പണ്ടാരോ പറഞ്ഞോണം എന്തൊരു ചൊല്ലുണ്ട്, കോതോളിയായൊരു കോഴിക്കോട്ട് പോയ പോലെ. നമ്മളെല്ലാവരും പോകുമ്പോൾ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ എന്താ കൂലിയെന്ന് അറിയില്ല, വഴിയിൽ നിന്ന് എന്താ കിട്ടുകയെന്ന് അറിയില്ല, അവിടെ എന്താ ചെല്ലേണ്ടതെന്നും അറിയില്ല. ആ രീതിയിലായി പോകരുത്. അപ്പോൾ അതിന് ജമാഅത്ത് നിസ്കാരത്തിൽ പള്ളിയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ പ്രതിഫലത്തിനെ കുറിച്ചിട്ട് വേറൊരു ക്ലാസ് തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അതായത് പള്ളിയിലേക്കുള്ള പോക്കിന് ഞാൻ മേൽപ്പറഞ്ഞ പോലെ ഓരോ കാലടി എടുത്തുവെച്ചാലും അതിന് പാപമോചനമുണ്ട്. സ്വർഗത്തിലെ ദറജകൾ കൂടി വരും. പിന്നെ ഹജ്ജ് ചെയ്ത കൂലി, അള്ളാൻ്റെ ഫീസ്റ്റ്, പിന്നെ എന്തെല്ലാണ് ഒരുപാട് പ്രതിഫലങ്ങളുണ്ട്. പിന്നാണെങ്കിൽ പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ നമ്മളെ ഇഖ്ലാസ് അനുസരിച്ചിട്ട് അത് 1 മുതൽ 27 ഇരട്ടി വരെ പ്രതിഫലം അല്ലേ. പിന്നാണെങ്കിൽ അതിൻ്റെ സമയത്ത് മൗലവി ജമാഅത്തിന് വരുന്നതിൻ്റെ മുമ്പ് അവിടെ ഇരുന്ന് ഓതിക്കഴിഞ്ഞാൽ ആ പ്രതിഫലം, വളുവിൻ്റെ നിസ്കാരം നിസ്കരിച്ച് അതിന് പ്രതിഫലം, അങ്ങനെ ഒരുപാട് പ്രതിഫലങ്ങളുള്ള ഒരു മഹത്തായ കർമ്മം. പള്ളി അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി നിസ്കരിക്കാൻ തന്നെ ശ്രമിക്കുക. ഒരുപാട് കൂലി കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ സുബഹി ജമാഅത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അത് കുട്ടികളൊക്കെ ഒന്ന് ഉറങ്ങിക്കിടത്തി വീട്ടിൽ ആളുണ്ടെങ്കിൽ ഒന്ന് സുബഹി ജമാഅത്തിന് പോയിട്ട് വരാം. അതും കുട്ടികൾ സ്കൂളിൽ പോകാനൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇഷ്റാഖ് കഴിഞ്ഞിട്ട് വരാം അല്ലേ. ഹൗ മെനി റിവാർഡ്സ് അവൈറ്റ് us. ഞങ്ങൾ എത്രമാത്രം പ്രതിഫലങ്ങളാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്കത് വേണ്ടാന്ന് വെച്ചാൽ എങ്ങനെയാണ് കിട്ടുക അല്ലേ. നമ്മളതിന് വേണ്ടിയിട്ട് ഓരോ എല്ലാ അമലുകൾക്കും എല്ലാ സൽക്കർമ്മങ്ങൾക്കും അതിൻ്റേതായൊരു പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ലേ. അത് നമ്മൾ ത്യാഗം സഹിക്കുമ്പോഴേ അത് നമ്മിലേക്ക് നമുക്കതിൻ്റെ പ്രതിഫലം ലഭിക്കുള്ളൂ. ഇങ്ങനെ മൂടി പൊതിച്ച് കിടന്ന് അവിടെ ഇരുന്ന് ഇവിടുന്ന് കയ്യിൽ നിന്ന് നിസ്കരിച്ച് അത് മതി അത്ര മതി ഉണ്ടാവും അന്നേരം. അപ്പോൾ ഓരോ അമലും ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിന് ബുദ്ധിമുട്ടി തന്നെ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ പള്ളിയിലും നിസ്കാരത്തിലും ഓതുന്ന ഓരോ ആയത്തിൻ്റെ കൂടി സാധാരണ ലെവലിൽ നമ്മളിപ്പോൾ ഒരു 10 ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1.5 കോടിൻ്റെ അടുത്ത് പ്രതിഫലം. 1.5 ലക്ഷം 1.5 കോടിൻ്റെ അടുത്താണ് പ്രതിഫലം. 1.5 കോടി എന്ന് പറഞ്ഞാൽ 1,50,00,000 അല്ലേ. അത് 100 ആയത്താവുമ്പോഴോ 15 കോടിൻ്റെയും പുറത്താവും അതിൻ്റെ പ്രതിഫലം അല്ലേ. അത് സാധാരണ കാലഘട്ടത്തിൽ. എന്നാൽ പിന്നെ റമളാൻ മാസത്തിലോ ഈ 100 ആയത്ത് ഇപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് ഓതുമ്പോൾ സാധാരണഗതിയിൽ 15 കോടി എന്ന് വെച്ചാൽ അത് റമദാൻ്റെ അതിൻ്റെ 700 ഇരട്ടിയാവുമ്പോഴോ എത്രമാത്രം ബില്യൺ കണക്കിനാണ് പ്രതിഫലം കിട്ടുക. അതിന് 0 ഇട്ടൊന്നും നമുക്ക് എഴുതാൻ പറ്റൂല. കോടി 1000 കോടി 100 കോടി 10 കോടി അങ്ങനെയൊക്കെ കോടികളെ കണക്കിലാണ് പ്രതിഫലം കിട്ടുക. അപ്പോൾ ആ ഒരു പ്രതിഫലം പള്ളിയിൽ അല്ലാഹു ഇത്രമാത്രം റഹ്മത്തുടയവനാണെന്ന് വേണം പറയാൻ. ഇപ്രകാരമുള്ള പ്രതിഫലമൊക്കെ ഇപ്പോൾ പള്ളിയിൽ പോയവർക്കാണ് കിട്ടുമെന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോകാൻ സമ്മതമില്ലാത്ത കുറേ സഹോദരിമാരുണ്ടല്ലോ. അവരെങ്ങനെ ഈ പ്രതിഫലം കരസ്ഥമാക്കും? അപ്പോൾ അവരോട് അള്ളാഹു നീതി കാണിച്ചത് ഏത് രീതിയിലാണ്? നമുക്ക് ആ പ്രതിഫലം വേണമെങ്കിൽ പള്ളിയിൽ പോകാൻ പറ്റാത്തതാണ്, അസുഖമാണ്, വീട്ടിൽ രോഗികളുണ്ട്, സുഖമില്ലാത്ത അമ്മായിയമ്മ, അല്ലെങ്കിൽ അമ്മോശനുണ്ട്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ സ്കൂളിട്ട് വരും. അപ്പോൾ അവർക്ക് എന്താക്കാം? വീട്ടിൽ നിന്ന് തന്നെ നമസ്കാരത്തിൽ ഓതിയിട്ടും സുന്നത്ത് നിസ്കാരത്തിൽ പാരായണം ചെയ്തിട്ടും ഒരുപാട് പ്രതിഫലം
കരസ്ഥമാക്കാം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചാർട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ചാർട്ടിലെ വിവരങ്ങൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോഴുള്ള ദിക്ർ ഇല്ലേ, അൽഹംദുലില്ലാഹി ലദി അഹ്യാന, ആ ദിക്ർ. പിന്നെ ദുആ സ്വീകരിക്കാനുള്ള നമസ്കാരം സ്വീകരിക്കാനുള്ള ഒരു ദിക്ർ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചു തരാം ഇൻഷാ അല്ലാഹ്. പിന്നെ സൂറത്ത് ആലിമ്രാനിലെ 11ഓളം ആയത്തുകൾ ഇല്ലേ, നമ്മൾ ഉറങ്ങി എണീറ്റ പാട് ആകാശം നോക്കിയിട്ട് ചെല്ലുന്ന ഒരായത്തുകളുണ്ട്, അത് പാരായണം ചെയ്തുവോ. പിന്നെ പ്രഭാത പ്രദോഷ ദിക്റുകൾ, പിന്നെ ഉറക്കറയിലെ പ്രാർത്ഥനകൾ. പിന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന വിഷയത്തിൽ ഒരു കർശന നിലപാട് സ്വീകരിച്ചു പോകും. അതൊരു കർശന നിലപാട് തന്നെ സ്വീകരിക്കണം. കാരണം സമയം ഉണ്ടായിട്ടൊന്നും നമുക്ക് പാരായണം ചെയ്യാൻ പറ്റില്ല. സമയം ഉണ്ടാക്കി പാരായണം ചെയ്യുകയാണെങ്കിൽ, ഇഫ് വി ആർ റിസൈറ്റിംഗ്, നമ്മൾ പിന്നെ അങ്ങനെ പാരായണം ചെയ്യുകയാണെങ്കിൽ ഷുവർലി വി വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് ടൈം, നമുക്ക് ഒരുപാട് സമയം കിട്ടും, റഹ്മത്തേറിയ സമയം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടും ഈ ഖുർആൻ പാരായണത്തിലൂടെ ലഭിക്കും. അപ്പോൾ എല്ലാ വക്ത നമസ്കാരത്തിലും ഖുർആൻ മെനക്കെട്ട്, സമയമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും തന്നെ ഖുർആൻ പാരായണം ചെയ്യാണ്ടിരിക്കേണ്ട. ഖുർആൻ പാരായണം ചെയ്യും തോറും സമയത്തിലും ഇൽമിലും പിന്നെ അമലു സ്വാലിഹാത്തിലും എല്ലാറ്റിലും അതിൻ്റേതായ ഒരു ബർക്കത്ത് പ്രകടമാകും. പിന്നെ ഒരു ദിവസം ഒരു മിനിമം 3 ദിവസം നമ്മളൊരു ടാർഗറ്റ് ചെയ്യണം. നമുക്ക് ഇത്ര പറ്റും, ഇത്ര ചെയ്യാം. നമുക്കറിയാലേ നോമ്പ് ഇപ്പം നമ്മൾ 30 എടുക്കും എന്നുള്ള നിയ്യത്താണ് ഇപ്പം നമ്മളൊക്കെ വെച്ചിട്ടുള്ളത്. മെൻസസ് ഇല്ലാത്തവർക്ക് അത് ധൈര്യമായിട്ട് വെക്കാം, അൽഹംദുലില്ലാഹ്, രോഗമൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിൽ. അപ്പം അതുപോലെ ഖുർആൻ മിനിമം 3 അല്ലേ, അതിലധികം പറ്റുമെങ്കിൽ അതിലധികം പാരായണം ചെയ്യും എന്നൊന്ന് ടാർഗറ്റ് ചെയ്ത് വെക്കുക. പിന്നെ എത്ര അടിമകളെ മോചിപ്പിച്ചു, അതിൻ്റെയൊക്കെ വിശദീകരണം ഞാൻ തരാം. പിന്നെ സ്വർഗത്തിലെ 8 കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദുആ ചെയ്തുവോ, അത് 2 ദുആ ഉണ്ട്, അതും വിശദീകരണം തരാം. പിന്നെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിക്റുകൾ, ഒരുപാട് ദിക്റുകളുണ്ട് അല്ലേ. അതിൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടതുണ്ട്, ചെടി നടുന്ന ദിക്റുകളുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുക, അള്ളാഹു നമ്മളെക്കൊണ്ട് മദഹ് പറയുന്ന ദിക്റുകളുണ്ട്. പിന്നെ ബാങ്കിൻ്റെ ഇജാബത്ത് നൽകിയ, ബാങ്ക് കേൾക്കുമ്പോൾ അതിന് പ്രതിഫലം, അതിൻ്റെ മറുപടി നൽകിയിട്ട് പ്രതിഫലം കിട്ടുന്നതിനെ കുറിച്ചിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുത്ത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അല്ലേ. ഈ വിഷയത്തിൽ എന്താ വെച്ചാൽ, പിന്നെ മെസ്സേജുകൾ മാക്സിമം കുറയ്ക്കുക. മെസ്സേജ് നമ്മളും ഇടണ്ട, ഫോർവേഡ്സ് ആയിക്കോട്ടെ, നല്ലതായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോൾ തൽക്കാലം അത്തരത്തിലുള്ള നന്മകളൊക്കെ അങ്ങ് കുറച്ച് വെച്ചിട്ട് ഒരുപാട് അമല് ചെയ്തിട്ടുള്ള നന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പം എത്ര മെസ്സേജുകൾ അയച്ചു, എത്ര മെസ്സേജുകൾക്ക് റിപ്ലൈ നൽകി, അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങോട്ട് വന്നാൽ റിപ്ലൈ കൊടുക്കാണ്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കേണ്ട. പിന്നെ തറാവിഹ് നമസ്കരിച്ചോ അതോ തഹജ്ജുദോ, എന്താണ് തറാവിയാണോ തഹജ്ജുദാണോ, ഞാൻ അതിനെക്കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ച് തരാം. പിന്നെ നോമ്പ് തുറക്കുന്നതിൻ്റെ 30 മിനിറ്റെങ്കിലും മുമ്പ് ദുആ ചെയ്യാനായി വൊളു ചെയ്ത് മുസല്ലയിലെത്തിയോ. പിന്നെ അല്പം പകൽ സമയത്ത് ഉറങ്ങാൻ മറന്നുപോയോ. എത്ര അനാവശ്യ മെസ്സേജുകൾ നിങ്ങൾ അയച്ചു, വാട്സപ്പിൽ എത്ര മിനിറ്റ് നേരം ചിലവഴിച്ചു, അതിനെക്കുറിച്ചൊക്കെ ചോദ്യം വരും എന്നുള്ളത് കൊണ്ടൊന്ന് ഭയപ്പാടോടു കൂടി മാത്രം വാട്സപ്പും യൂട്യൂബൊക്കെ ഒന്ന് സെർച്ച് ചെയ്യാം അല്ലേ. കണ്ട പിന്നെ വീഡിയോ തന്നെ വീണ്ടും കണ്ട് ഓരോരുത്തർ അത് ഇടുന്ന വെച്ചാൽ അവർക്ക് റിവ്യൂസും പിന്നെ ആൻസപ്പും മറ്റേ ഇതൊക്കെ കിട്ടിയിട്ട് അവർക്ക് ഒരുപാട് പൈസ കിട്ടും. പക്ഷെ നമുക്കെന്താ കിട്ടുന്നത്, നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഏതെങ്കിലും ഒരു ചെറിയ കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി 10 സൈറ്റിൽ പോയി കയറി കഴിഞ്ഞാൽ നമുക്ക് അത്രയും സമയം പോവുകയാണ്. പിന്നെ ദിക്ർ ചെല്ലുമ്പോൾ ഫോൺ അകലത്തിലാണോ വെച്ചിരുന്നത്, എത്ര ക്ലാസ്സുകൾ മിനിമം കേൾക്കുന്നുണ്ട്, എത്ര ആയത്തുകൾ മിനിമം നമസ്കാരത്തിൽ ഓതി, അതുപോലെ നമസ്കാരത്തിൽ മാക്സിമം പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇന്നേ ദിവസം ആരെങ്കിലും കുറ്റം പറഞ്ഞുവോ, ആരെങ്കിലും ദുഷിച്ച കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കരുതി, ആരെയും കുറിച്ച് ദുഷിച്ച കാര്യങ്ങൾ, അത് നിങ്ങൾ പേടിക്കേണ്ട, നമ്മൾ എത്ര വേണ്ടാന്ന് വിചാരിച്ചാലും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ ക്യാൻസൽ അടിച്ച് വിടണം അല്ലേ. അറിയാതെ വന്നു പോയ അബദ്ധമാണ്, ഞാനായിട്ട് ബോധപൂർവം മനസ്സിലാക്കിയതല്ല, എൻ്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്, റബ്ബേ നീ പുറത്ത് തരണമെന്ന് പറയണം. അതുപോലെ നമ്മുടെ മനസ്സിൽ ഏറ്റവും നല്ല ശുദ്ധിയുള്ള, എല്ലാം കഴുകി വൃത്തിയാക്കി ഹൃദയം ശുദ്ധി ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അല്ലേ. അതിൽ വേറെ ഇനി അന്യന്മാർ പിന്നെ മറ്റുള്ളവരെ ദുഷിച്ച കാര്യങ്ങളൊന്നും നമ്മളെ ഹൃദയത്തിൽ നമ്മൾ കയറ്റി വെക്കണ്ട. ചാരിറ്റി സന്ദർശനം നടത്തിയോ, രോഗസന്ദർശനം നടത്തിയിരുന്നുവോ. രോഗസന്ദർശനം ചാരിറ്റി സന്ദർശനമൊക്കെ ഓക്കെയാണ് കേട്ടോ. എന്താ വെച്ചാൽ അവിടെ ഒരുപാട് നേരം സമയം സ്പെൻഡ് ചെയ്യേണ്ട, വർത്താനം പറഞ്ഞിട്ട്. വല്ലതും സ്വതക്ക ചെയ്തുവോ. ഇനി സദക്ക ഇല്ലാത്തവർക്കും സദക്ക ചെയ്യാൻ വേണ്ടി നെയ്യത്ത് ചെയ്യാം കേട്ടോ, അത് അള്ളാഹു എങ്ങനെയെങ്കിലും എത്തിച്ചു തരും.
അൽഹംദുലില്ലാ മാഷാ അല്ലാ. പിന്നെ സ്വന്തം ആവശ്യാർത്ഥ സ്പെഷ്യൽ ദുആകൾ എഴുതി വെച്ച് നമുക്ക് കുറേ പിന്നെ പിന്നെ ഖുർആൻ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ദുആകളുണ്ട്. പക്ഷെ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ദുആ ചെയ്ത് ക്ലാരിഫൈ ചെയ്തെടുക്കണം അല്ലേ. അപ്പോൾ അത് ഒന്ന് പ്രത്യേകം എഴുതി വെക്കണം. അത് തഹജ്ജുദിൻ്റെ ആ ബുക്കിലാണെങ്കിൽ അത് പെൻസിലുകൊണ്ട് എഴുതിയാൽ അത് തഹജ്ജുദിൽ ദുആ ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്യാവുന്നതാണ്. പിന്നെ എഴുതി വെച്ച ദുആകൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചുവോ? പിന്നെ സുജൂദിൽ കരയാൻ സമയം കിട്ടിയിരുന്നോ? ഇത്തിക്കാഫ് ഇരിക്കുവാൻ അനുമതി ലഭിക്കണേ എന്ന് നിങ്ങൾ ചോദിച്ചുവോ? അള്ളഹാനോട് ചോദിക്കണമല്ലോ അല്ലേ. ചിലപ്പോൾ ഹസ്ബൻഡ് സമ്മതിച്ചെങ്കിലോ. അപ്പം അതിന് അള്ളഹാനോട് ആദ്യം നിങ്ങൾ ചോദിച്ചിടണം. പിന്നെ എല്ലാ വർഷവും ലൈലത്തുൽ ഖദറിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുവോ? പിന്നെ സ്വർഗപ്രവേശന പ്രാർത്ഥനകൾ, നരകമോചന ദുആകൾ, പാപമോചന ദുആകൾ, അത്തഹിയാത്തിലും മറ്റു ഒരുപാട് ദുആകൾ ചെയ്തുവോ? ഇസ്തിഗ്ഫാർ 100 പ്രാവശ്യത്തിലധികം ചെയ്തുവോ? അത്താഴത്തിന് ശേഷം 50 ആയത്തുകൾ ഓതുവാൻ സമയം കിട്ടിയിരുന്നുവോ? അന്യൻ്റെ പട്ടിണി മാറ്റാൻ വല്ലതും ചെയ്തുവോ? അപ്പോൾ പട്ടിണി മാറ്റാനൊക്കെ ഇപ്പോൾ ഓടി നടന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും വീട്ടിലിരിക്കുന്നവരാണ്, അവർക്ക് അതിനൊന്നും ചാൻസ് ഇല്ല. അവൻ്റെ ചാരിറ്റി സംഘടനേൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് ചെയ്താലും നമുക്കതിൻ്റെ പുണ്യം ലഭിക്കും. പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് വർദ്ധിപ്പിച്ചിരുന്നുവോ? എത്ര പ്രാവശ്യം ദേഷ്യം പിടിച്ചു? ആരോടൊക്കെ കയർത്ത് സംസാരിച്ചു? എത്ര ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തു? ഫ്രണ്ട്സുമായിട്ട് എത്ര നേരം സല്ലപിച്ചു അല്ലേ. ഫ്രണ്ട്സ് ലിസ്റ്റിൽ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയണം, ഒന്നൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ അല്ലേ. ഓലെന്തെങ്കിലും പറഞ്ഞ് തമാശാക്കി അങ്ങനെ സമയം പോകരുത്. പ്രത്യേകിച്ച് ഇന്ന് പല മാതാപിതാക്കളും ഒറ്റപ്പെട്ട അവസ്ഥയിലല്ലേ. മക്കൾ UK, ലണ്ടൻ, അവിടെ ഇവിടെ ബോംബെ, ഖത്തർ ഇങ്ങനെ കണ്ട സ്ഥലങ്ങളിലൊക്കെ ആണല്ലേ. അപ്പോൾ അവരോടൊക്കെ പറയണം, എല്ലാ വിശേഷങ്ങളൊന്നും നോമ്പിന് പങ്കുവെക്കണ്ട. പാല് പതിച്ച് ചിന്തിയതും പൂച്ച മീൻ കടിച്ചതും കുട്ടി കരഞ്ഞതും അതൊന്നും പറയേണ്ട. എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വിളിച്ചാൽ മതി. സമയം കൊല്ലി ഫോണുകളൊക്കെ മാക്സിമം ഒഴിവാക്കണേന്ന് കുട്ടികളോട് നല്ല ഗഡ്സോട് കൂടി തന്നെ പറയണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞു മക്കളോടൊക്കെ. അതുപോലെ നിങ്ങളും പറയണം. നല്ല ഗഡ്സോട് കൂടി. ഓരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഒന്നും വിചാരിക്കണം. കാരണം നമുക്ക് അമലുകളാണ് പ്രാധാന്യം. അമലുകളിലൂടെ നമുക്ക് സ്വർഗത്തിൽ ഏറ്റവും ഉന്നത പദവിയിലെത്തണം, പാപമോചനം ലഭിക്കണം. അതുകൊണ്ട് നമ്മൾ ഇതിലാരെയും തലയും മുറുക്കി ഒരുങ്ങിയെങ്കിലല്ലാണ്ട് നമുക്ക് ആ ഒരു ഉന്നത സ്ഥാനത്തേക്ക് എത്തുവാൻ ഒരു കാരണവശാലും പറ്റില്ല അല്ലേ. പിന്നെ എത്ര ഫോണുകൾ അറ്റൻഡ് ചെയ്തു? ഫ്രണ്ട്സുമായി എത്ര നേരം സല്ലപിച്ചു? കുട്ടികളോട് ഭർത്താവിനോട് വല്ല രീതിയിൽ മോശമായി പെരുമാറിയോ? അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മളെന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി ദേഷ്യം പിടിച്ച് പറഞ്ഞു പോകുമല്ലോ അല്ലേ. പിന്നെ റമദാൻ പ്രമാണിച്ച് അനാവശ്യ മെസ്സേജും ഫോൺ കോളുകളും ദയവ് ചെയ്ത് അയക്കരുതെന്ന് ബന്ധുമിത്രാദികളോട് അറിയിച്ചു പോന്നു. അതിന് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നുണ്ട്, നിങ്ങളെല്ലാവർക്കും അത് അയച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അയച്ചാൽ ബോധമുള്ളവരൊന്നും നിങ്ങളെ വിളിക്കൂല. അതിനൊരു മെസ്സേജ് ഉണ്ട്. പിന്നെ അടുത്ത റമദാനിലും എങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം സിദ്ധിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുവോ? പിന്നെ അടുക്കളയിൽ എത്ര സമയം ചെലവഴിച്ചു? ദുഹ, ഇഷ്റാഖ്, റവാത്തിബ് നമസ്കാരങ്ങൾ കംപ്ലീറ്റ് നിർവഹിച്ചുവോ? എത്ര ഫോണുകൾ ചെയ്തു? എത്ര ആയത്തുകൾ ഹിഫ്ള് പുതുക്കി അല്ലെങ്കിൽ പുതിയ ആയത്തുകൾ പഠിച്ചെടുത്തു? നിങ്ങളോട് വല്ലവരും കോപിച്ചുവോ? എങ്കിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു? ഇതോടൊപ്പം തന്നെ ഒരു ക്ലാസ്, ഇതിൻ്റെ ഒപ്പം ഈ ക്ലാസ്സും കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഇത് കേൾക്കുന്നവർക്ക് ഇതെന്താണെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഈ ചാർട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുകയോ മറ്റാർക്കെങ്കിലും ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊടുക്കുകയോ ചെയ്യാം. അങ്ങനെ കൊടുക്കുമ്പോൾ അവർ ചെയ്യുന്ന അമലുസ്വാലിഹാത്തിൻ്റെ വർധനവിൻ്റെ പ്രതിഫലത്തിന് നമുക്ക് ഭാഗവാക്കാവാം. പിന്നെ നമുക്ക് ചെയ്യാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് റെഡ് പെന്നുകൊണ്ട് തന്നെ മാർക്കിടാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പിറ്റേന്നൊന്നും കൂടെ നന്നാക്കി ചെയ്യാനുള്ള ഒരു ഇൻസ്പിരേഷൻ ആവും കേട്ടോ. അങ്ങനെ അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാമെന്ന് വിചാരിക്കുന്നു. എല്ലാം എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നെ എൻ്റെ തഹജ്ജുദിൻ്റെ ബുക്കിൽ അതിൽ വിശദമായിട്ട് ആ ദുആകളും എന്തൊക്കെ ഇപ്പം ചെല്ലണം, ഉണർന്നെണീറ്റപാട് എന്താ ചെല്ലേണ്ടതെന്നൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അത് വാങ്ങിയവർക്കൊക്കെ അറിയാം. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് കേട്ടോ. അത് വാങ്ങിയവർക്കൊക്കെ മനഃപ്പാടവുമാണ്. പറയാത്തവർ, അതായത് തഹജ്ജുദിൻ്റെ സമയത്ത് പിന്നെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദ മാ അമാതന വ ഇലൈഹി നുശൂർ പറഞ്ഞിട്ട് പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. നിങ്ങൾക്കെല്ലാം അറിയുന്ന സുന്ദരമായൊരു ദിക്റിൻ്റെ ഏതാനും വരികളാണത്. പിന്നെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അല്ലാഹുമ്മഗ്ഫിർലി. ഇതൊരു മഹത്തായ ദിക്റാണ്, മഹത്തായ ഒരു ദുആ ആണ്, മഹത്തായ ഒരു പാപമോചന
പാപമോചന പ്രാർത്ഥനയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുന്നതോടു കൂടി നമ്മൾ ബാത്റൂമിലേക്ക് പോകുന്ന മുമ്പേ ഇത് പറഞ്ഞ് നമ്മളെ ശേഷം പിന്നെ ബാത്റൂമിൽ പോയി വുളു ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ഖുബിലത്ത് സ്വലാത്തുഹു, അവൻ്റെ നമസ്കാരം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു അല്ലേ. അപ്പം തന്നെ എന്ത് പറയുന്നുണ്ട്, പിന്നെ എൻസിലു തബാറക്കല്ലാഹു താല ഇല സമായി ദുനിയ, ഏറ്റവും അടുത്തുള്ള ആകാശത്തിലേക്ക് അള്ളാഹു ഏകദേശം ഒരു രാത്രിയുടെ 1/3 സമയത്ത് ഇറങ്ങി വന്ന് ചോദിക്കും, മനൂനിസ്തജിബിലേക്കും, ഞാനാണ് എന്നോട് ചോദിക്കുക അവനതിന് മറുപടി കൊടുക്കൂലേ, മനസ്സലൂനി ഫഉത്തിയ, ഞാനപ്പോൾ അവന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് ചെയ്തു കൊടുക്കും. മനസ്തഗഫിറൂനി, ആരെന്നോട് പാപമോചനം തേടുന്നു അവന് ഞാൻ പുറത്തു കൊടുക്കും. അത് നമ്മൾ ചോദിച്ചിട്ടൊന്നും പറയല്ല, അല്ല അങ്ങോട്ട് ഓഫർ പറയന്നെ, അള്ളാൻ്റെ ഓഫറാണ് ഇതൊക്കെ. അപ്പം നിസ്കാരത്തിന് പിന്നെ ബാത്റൂമിൽ അല്ല ടോയ്ലറ്റിൽ വുളു എടുക്കാൻ കയറുന്ന മുമ്പേ ഈ ഒരു ദുആ എല്ലാവരും പ്രാർത്ഥിക്കേണ്ടതാണ്. അത് പ്രാർത്ഥിച്ച ശേഷം മാത്രമാണ് നമ്മൾ ടോയ്ലറ്റിൽ പോകേണ്ടത്. അതിന് ശേഷം കുറേ ദുആകളുണ്ട് തഹജ്ജുദിൻ്റെ ബുക്കിൽ, വൃത്തിയിലും ഭംഗിയിലും അതിൻ്റെ മനോഹരമായിട്ട് എല്ലാ കാര്യങ്ങളും അത് പിന്നെ സ്ഫുടമായിട്ട് വ്യക്തമായിട്ടും എഴുതിയിട്ട് വലിയ അക്ഷരങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടും ഹദീസ് ചെറുതാക്കിയിട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങി വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തഹജ്ജുദിൻ്റെ സമയത്ത് ഒരു ചെറിയ ഹാൻഡ് ബുക്കാണ്, അത് കയ്യിലുണ്ടെങ്കിൽ എല്ലാ കാര്യവും നോക്കി തന്നെ ദുആ ചെയ്യാൻ പറ്റും. പിന്നെ അന്നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശ ലോകത്തെ പുറത്തിറങ്ങി വന്നെന്ന്, പിന്നെ കണ്ണന്മാരൊന്നും ഇല്ലാത്ത കാലമല്ലേ അല്ലേ, പുറത്തിറങ്ങി വന്നിട്ട് പിന്നെ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി എന്നുള്ള 11ഓളം ആയത്തുകൾ ഓതിയിരുന്നു. നമുക്കത് പുറത്തിറങ്ങാനൊക്കെ റിസ്ക് ആണെങ്കിൽ നമുക്ക് ജനാല തുറന്ന് ആകാശം കാണുന്ന ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇപ്രകാരം ചെല്ലലും സുന്നത്താണ്. പിന്നെ വേറെ കുറേ ഉണ്ട്, അല്ലാഹുമ്മ അസ്അലുക ലദ്ദത്തൽ നളരി, അതായത് അള്ളാഹുവിനെ കാണുന്ന സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദുആകളുണ്ട്. അതിപ്പം പറഞ്ഞാൽ അത് മാത്രം പറയാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ ബുക്ക് വാങ്ങിയിട്ടോ അതല്ലെങ്കിൽ വേറെ രീതിയിലോ പഠിക്കുക തഹജ്ജുദിന് എന്തെല്ലാം ചെല്ലേണ്ടത്. പിന്നെ പരിശുദ്ധ റമദാൻ, നമുക്കറിയാം റമദാനിലാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അല്ലേ. ലോകത്തിൻ്റെ നെറുകയിൽ മഹാത്ഭുതങ്ങളിൽ മഹാത്ഭുതമാണ് ഖുർആൻ അല്ലേ. ഖുർആൻ എന്ന് പറയുന്നത് ലോകത്തിൽ നമ്മോട് ആർക്കെങ്കിലും ദേഷ്യമുണ്ടായിട്ട് എല്ലാ ഖുർആനും ഒരു തീയിലിട്ട് നശിപ്പിച്ചെന്ന് വിചാരിച്ചോ, എല്ലാ നാട്ടിലെ ഖുർആനും നമ്മൾ തീയിട്ട് കത്തി, ഒരൊറ്റ കുട്ടീനെ ഓതണ്ടാന്ന് പറഞ്ഞാൽ നടക്കുമോ ഇല്ല. അവരത് തീയിട്ട് നശിപ്പിച്ച പിറ്റേ ദിവസം തന്നെ നെറ്റൊന്നും ഫോണൊന്നും അവിടുന്ന് കമ്പ്യൂട്ടറിൽ ടാബിൽ എല്ലായിടത്തുനിന്നും അന്ന് DTP എടുത്ത് പിറ്റേന്ന് ഖുർആൻ ഇറങ്ങും അല്ലേ. ഖുർആൻ അത്രയ്ക്ക് എത്രയോ ആളുകളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മുത്താണ് അല്ലേ പരിശുദ്ധ ഖുർആൻ. അത്രയും ലോകത്തിൽ ഇത്രയും വായിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥം ഖുർആൻ എന്ന് പറഞ്ഞാൽ തന്നെ വായിക്കപ്പെടുന്ന അല്ലേ, വേറെ ലോകത്തില്ല എന്ന് വേണം. അത് തനിമയോടെ നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം അല്ലേ. രാമായണാവട്ടെ ബൈബിളാവട്ടെ പിന്നെ മഹാഭാരതാവട്ടെ, അതിലൊക്കെ പരിപൂർണമായി മനുഷ്യൻ്റെ കൈകടത്തൽ കൈക്കൽ കൂട്ടലുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഫതഹിനോ ഒരു കെസറിനോ പോലും വല്ല മാറ്റമില്ലാണ്ട് അത് 1500 വർഷങ്ങളായി ആവാനായി അത്രയും കാലങ്ങൾ അത് തുടരുകയാണ് അല്ലേ. മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അല്ലേ. തൻസീൽ ഖുർആൻ തബാറക്കല്ലാഹു തആല, അല്ലാഹു പിന്നെ ഇന്നാ അൻസൽനാ ഇലൈക്കൽ ഖുർആൻ, നിങ്ങൾക്ക് പിന്നെ ലോകർക്ക് വേണ്ടിയിട്ടാണ് ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അത് മുസ്ലിംസിന് വേണ്ടിയിട്ടോ അങ്ങനെ സുന്നികൾക്ക് മുജാഹിദുകൾക്ക് അങ്ങനെ ഒരു നിഷ്പക്ഷതയില്ല, എല്ലാ മനുഷ്യന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഖുർആൻ. ഏറ്റവും കൂടുതൽ ആളുകൾ മനഃപ്പാഠമാക്കിയ വേദഗ്രന്ഥമാണത് അല്ലേ. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുമിച്ചിരുന്ന് പാരായണം മക്ക ഹറമിൽ വെച്ചിട്ട് എത്രയോ ആൾക്കാരാണ് ഒരുമിച്ച് വായിക്കുന്നത്. ഏറ്റവും കൂടുതൽ അച്ചടിച്ച പരിശുദ്ധ ഗ്രന്ഥവും ഖുർആൻ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള ഗ്രന്ഥം ചോദിച്ചാൽ അതും ഖുർആൻ തന്നെയാണ്. പിന്നെ രക്ഷിതാവ് ലോകരോട് നടത്തുന്ന സംഭാഷണമാണ്, അള്ളാഹുവിൻ്റെ കലാമാണത് അല്ലേ പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ഇത്രയും മഹത്വങ്ങൾ അടങ്ങിയ ഈ ഖുർആനിനെ താലോലിച്ചും അതിനെക്കുറിച്ച് പറഞ്ഞു തദബ്ബുർ ചെയ്തും മോദിയും തഫ്സീർ ചെയ്തും അങ്ങനെ നമ്മളെ സമയം ഫുള്ള് ഖുർആനിൽ കെട്ടിയിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദം വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകും ഷഹ്റു ഫല്യസൂം, ആരെങ്കിലും ആ മാസത്തിൽ ഹാജരുണ്ടെങ്കിൽ അവൻ നോമ്പ് നോൽക്കട്ടെ എന്ന്. അപ്പം റമളാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമായി എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിൻ്റെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്.
അപ്പം ഖുർആൻ പാരായണം ചെയ്താലുള്ള പ്രതിഫലമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു 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 കുറുക്കു വിദ്യയും കൂടാണ് എന്ത് നമസ്കാരത്തിൽ പാരായണം ചെയ്യലും പിന്നെ പള്ളിയിൽ പോയിരുന്ന് ഓതലും. അതിൽ ഹറമിലൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഹറമിൽ പാരായണം ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. പിന്നെ ഖുർആൻ്റെ പാരായണത്തിനെ കുറിച്ചിട്ട് ഇൻ്റർനാഷണൽ സ്പീക്കർ മുഫ്തി മൈക്കിൻ പറയുന്നത് കേൾക്കുക. അതായത് നിങ്ങളെ അദ്ദേഹം പറഞ്ഞത് കേൾക്കാൻ വേണ്ടി ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഖുർആൻ പാരായണത്തെ ഒരു പെട്രോൾ പമ്പിലെ മീറ്ററിനോടാണ് നാം ഉപമിച്ചതെങ്കിൽ പെട്രോൾ പമ്പ് കാണാത്തവരായിട്ട് നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കുകയില്ല അല്ലേ. അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിൻ്റെ പ്രതിഫലം അല്ലേ, ഒരു അലിഫ് ലാം മീം ഓതുമ്പോൾ 30 പ്രതിഫലമാണ് കിട്ടുക. അങ്ങനെ പെട്രോൾ പമ്പിൽ നിന്ന് എത്ര ലിറ്റർ പെട്രോൾ ആണോ നമ്മൾ അടിക്കുന്നത് അതിനനുസരിച്ച് ആ മീറ്റർ റീഡിങ്ങിൽ ഇങ്ങനെ വർധനവുണ്ടാവില്ലേ. 32,000, 40,000, 50,000 അത് ഒക്കെ അങ്ങനെ 1000-ൻ്റെ ലക്ഷത്തിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ആയിരിക്കും ഖുർആൻ പാരായണത്തിന് പ്രതിഫലം കിട്ടുക. അപ്പം അത് പ്രതീക്ഷിച്ച് നമ്മൾ ഒരുപാട് പാരായണ വിഷയത്തിൽ ശ്രദ്ധിക്കണം. പിന്നെ തഹജ്ജുദ് അതായത് 10 ആയത്ത് 100 ആയത്ത് ഇങ്ങനെ ഓതി നമസ്കരിക്കുന്നവനെ കുറിച്ചിട്ട് പറയുന്നത്, അതായത് ഒരാൾ 10 ആയത്ത് ഓതി നമസ്കരിച്ചാൽ അവൻ അശ്രദ്ധവാന്മാരിൽ ആഫിലത്തുള്ളവരിൽ പെടുകയില്ല. വെറും ഒരു 10 ആയത്ത് ഓതി നിസ്കരിച്ച 100 ആയത്തുകൾ ഓതി നിസ്കരിക്കുകയാണെങ്കിൽ അവൻ ആബിദുകളിൽ ഉൾപ്പെടും. 1000 ആയത്തുകൾ ഓതി നമസ്കരിച്ചാലോ അവൻ്റെ നാമം ഏറ്റവും ഉയർന്ന പ്രതിഫലക്കാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഖുർആൻ പാരായണം എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുവോ അത്രത്തോളം പ്രതിഫലമാണ്. 10 ഓതി നിസ്കരിച്ചാൽ അവൻ്റെ ഗഫ്ലത്തുള്ളവൻ്റെ കൂട്ടത്തിൽ കൂട്ടൂല, കാരണം അവന് നല്ല മനുഷ്യന്മാരുടെ കൂട്ടത്തിലാണ് അള്ളാഹു കൂട്ടുക. 100 ആയത്ത് ഓതിയാലോ അവൻ ആബിദുകൾ, ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. 1000 ആയത്തുകൾ ഓതി നമസ്കരിച്ചാലോ ഉയർന്ന പ്രതിഫലക്കാരുടെ, അതായത് ശുഹദാക്കളെയും അംബിയാ മുർസലികളുടെയൊക്കെ കൂട്ടത്തിലാണ് ഉൾപ്പെടുക. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ ആർക്കാണ് ഇത്ര ഓതി നമസ്കരിക്കാൻ പറ്റുകയെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമ്മളൊരു ദിവസം ഒരമ്മ ജുസ് മുഴുവൻ ഓതുകയാണെങ്കിൽ 500 ചില്ലാണം ആയത്തുകളുണ്ട് അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തഹജ്ജുദ് നമസ്കാരത്തിൽ ഓതിയിരുന്ന് കേട്ടാലില്ലേ കാല് ഇങ്ങനെ വന്ന് നീര് കെട്ടി ചോര വന്ന് വീങ്ങി പൊട്ടി ഒലിക്കുന്ന രീതിയിലേക്ക് അത്രയ്ക്ക് നിന്ന് നമസ്കരിച്ചിരുന്നു അല്ലേ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. നമുക്ക് ആർക്കും തന്നെ അത്തരത്തിലുള്ളൊരു നിസ്കാരമിട്ട് കഴിയില്ല, നമ്മളിട്ട് നിസ്കരിക്കുന്നുമില്ല അല്ലേ. പക്ഷേ എങ്കിൽ ചെറിയ ആയത്തുകൾ എന്നെങ്കിലും ഓതി നമസ്കരിച്ചാലും പ്രതിഫലമാണ്. ഈ അടുത്തൊരു ഹദീസ് കണ്ടു, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലാണ് ഒരു മനുഷ്യൻ സ്ഥിരമായിട്ട് രാത്രി നമസ്കാരത്തിൽ കണക്കില്ലാണ്ട് ഇഖ്ലാസ് പാരായണം ചെയ്ത് അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ ഓതുന്നല്ലോ. അപ്പോൾ അത് മറ്റൊരു സഹാബി കണ്ട് നബിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് പോയത്. അപ്പോൾ നബി ചോദിച്ചു, എന്താണ്, ആരുടെ കയ്യിലാണോ അല്ലദീ നഫ്സി ബിയദിഹി, ആരുടെ കയ്യിൽ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, സൂറത്തുൽ ഇഖ്ലാസ് ഇന്നഹാ തഅദിലു സുലുസൽ ഖുർആൻ അല്ലേ, അത് ഖുർആൻ്റെ 1/3 ഭാഗത്തിന് സമമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഓതിക്കോട്ടെ, അതിന് തെറ്റില്ല എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് വേണമെങ്കിൽ രാത്രി ഖുർആൻ പാരായണത്തിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസും ധാരാളമായിട്ട് വർദ്ധിപ്പിക്കാം. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ പുണ്യങ്ങൾ വേറെയും കുറേ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും പറയാണ്, മസ്ജിദുൽ ഖുബായിൽ ഒരു ഇമാമും വേറെ ഒരു സൈന്യത്തലവനായിട്ട് നിശ്ചയിച്ചയും ഇമാമും ഇവരെ എല്ലാ ഭക്ത ഫർള് നമസ്കാരത്തോടൊപ്പം ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് കണ്ട്, അതും ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലായതുകൊണ്ട് കംപ്ലൈൻറ്റ് വന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളോട് പറഞ്ഞു, നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ഇഷ്ടപ്പെട്ട അതുപോലെ പിന്നെ വേറെ എന്തെങ്കിലും വേണോ അല്ലേ, അത് മാത്രം മതിയാകും. മറ്റേ ഇമാമിനോട് പറഞ്ഞു, ദഖലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ ഇന്നഹ യുഹിബു ഹാദിഹി ഞാൻ ഈ സൂറ ഇഷ്ടപ്പെടുന്നതിന് കാരണം ഇത് ഇന്നഹ സിഫാത്തുർ റഹ്മാൻ, ഇത് അള്ളാഹുവിൻ്റെ സിഫാത്തുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാരണത്താലും ആ മനുഷ്യനും സ്വർഗത്തിൽ പോയി, മറ്റേ മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്തു അല്ലേ. അപ്പോൾ അത്രയ്ക്ക് നല്ല പുണ്യമുള്ള സൂറത്താണ്. അത് വേണമെങ്കിൽ രാത്രിയിൽ ഒരുപാട് ചെല്ലുന്നതുകൊണ്ടും വിരോധമില്ല. പിന്നെ നിങ്ങൾ എത്ര അടിമകളെ മോചിപ്പിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ഒരു ആൾ 10 തവണ ചൊല്ലിയാൽ 4 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം, 10 തിന്മ വായിക്കുന്നു, 10 നന്മ എഴുതുന്നു, അങ്ങനെ കുറേ പ്രതിഫലം അല്ലേ. അതുപോലെ തന്നെ ഇതേ ദിക്ർ തന്നെ 100 തവണ ചൊല്ലിയാലോ 10 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അടിമയെ മോചിപ്പിച്ച പ്രതിഫലം കൊണ്ട് എന്ത് കിട്ടാൻ, അപ്പോൾ അടിമകളില്ലല്ലോ
അടിമയല്ലല്ലോ. അടിമ മീൻസ് ആ അടിമയെ മോചിപ്പിക്കുന്ന നിമിത്തം നമ്മുടെ ഓരോ അവയവങ്ങളും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിക്ർ ചെല്ലുമ്പോൾ ഇങ്ങനെ പ്രത്യേകമായിട്ട് മനസ്സിൽ കരുതിയിട്ട് വേണം ചെല്ലാൻ. ആ അടിമൻ്റെ കണ്ണ് മോചിക്കുമ്പോൾ നമ്മൾ നരകത്തുനിന്നും കണ്ണ് കഴിച്ചലാവും, കാല് മോചിപ്പിക്കുമ്പോൾ നമ്മളെ കാല് കഴിച്ചലാവും, മൊത്തം ബോഡി ഫുൾ അടിമനെ മോചിപ്പിക്കുമ്പോൾ മൊത്തം ബോഡി നരകത്തുനിന്ന് കഴിച്ചലാവും. പിന്നെ സ്വർഗത്തിലെ 8 വാതിലുകൾ തുറക്കപ്പെടുന്ന ദുആ ഒന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്നുള്ള ദുആ അതെല്ലാവർക്കും അറിയാം. പിന്നെ മറ്റൊരു ഇസാ ഷഹാദത്തും കൂടെ ഉണ്ട്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വ അന്ന ഈസ അബ്ദുല്ലാഹി വബ്നു അമതിഹി വകലിമാത്തുഹു അൽഖാഹ ഇലാ മറിയം വറൂഹും മിൻഹു വഅന്നൽ ജന്നത്തു ഹക്ക് വഅന്നൻ നാറുൽ ഹക്ക് എന്നാരെങ്കിലും പറഞ്ഞാൽ മൻ കാല ഹക്കദ ഉദ്ഖിൽഹുൽ ജന്ന ബി അയ്യി അബ്വാബിൻ ഷാ ഓൻ ദമാനിയത്തെ ഷാ ഇപ്രകാരം ആരെങ്കിലും പറഞ്ഞാൽ അവൻ ഉദ്ദേശിക്കുന്ന 8 വാതിലിനുള്ളിൽ ഏതാണോ അവനിഷ്ടം അതിലെ കൂടെ പ്രവേശിക്കുക അല്ലേ? ഒരു ഭയങ്കര ഓഫറല്ലേ? ഇതൊരു ചെറിയ ദിക്ർ, അതിന് ഒളുവും കൂടി വേണ്ട. മറ്റേ ഒളുവിൻ്റെ ദുവാക്ക് ഉളു വേണം, ഈ ദുവാക്ക് ഉളുവും വേണ്ട. അപ്പോൾ ഈ ദുവാക്ക നിങ്ങൾ ധാരാളമായിട്ട് ചെല്ലാനായിട്ട് ശ്രമിക്കുക. ഇതൊക്കെ ഒരുപാട് പ്രതിഫലാർഹമായ പിന്നെ ദുവാകളാണ്. പിന്നെ ഇപ്പം ഒളു എടുത്ത് നമസ്കരിക്കുക, സുന്നത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ആ നമസ്കാരത്തിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക? പിന്നെ ഒളുവിൻ്റെ നമസ്കാരം കൂടി സുന്നത്ത് റവാത്തിബ് സുന്നത്തിനോടൊപ്പം ഒളുവിൻ്റെ നമസ്കാരം കൂടി നിയത്ത് വെച്ചിട്ട് നമസ്കരിക്കാം. അങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രതിഫലാർഹമായ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് പിന്നെ ചെല്ലുക. എന്നാൽ നമുക്ക് റമദാനിൽ കുറേ പ്രതിഫലം കിട്ടാൻ ഇതൊക്കെ കാരണമാവും അല്ലേ? നമ്മൾ സാധാരണ ഓതുന്നതിൽ എത്രയോ മടങ്ങ്, എത്രയോ ഇരട്ടിയാണ് ഞാൻ പറഞ്ഞ നിസ്കാരത്തിലും പള്ളിയിലും ഓതുന്നത്. അതുപോലെ സ്വർഗത്തിലെ 8 വാതിലും തുറക്കാനുള്ള ദുആകൾ എപ്പോഴും ചൊല്ലി വെക്കുക. പിന്നെ അല്ലാഹു അക്ബർ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുന്ന ദുആ എന്ന് പറഞ്ഞിട്ടൊരു ദുആ പഠിപ്പിച്ച എൻ്റെ ബുക്ക് വാങ്ങിയവർക്കൊക്കെ അത് പരിചിതമായിരിക്കും. അല്ലാഹു അക്ബർ കബീറ അൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റത വഅസീല. ആ ദുആ നമ്മൾ സാധാരണ പിന്നെ പെരുന്നാരാവിന് ആണ് പള്ളിയിൽ നിന്ന് കേൾക്കൽ അല്ലേ? അത് ഈ ദുആ ചെയ്യുന്നത് കൊണ്ട് ആകാശവാതിലുകൾ തുറക്കപ്പെടുന്നു. അപ്പം നമ്മുടെ അമലുകൾ ദുആ ആണെങ്കിലും ദിക്റാണെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ വാതിൽ തുറന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് കയറും അല്ലേ? അല്ലെങ്കിൽ അവിടെ തടഞ്ഞു വെക്കപ്പെടും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്തും ചെല്ലണം. പിന്നെ സ്വർഗത്തിൽ ചെടി നടുവാൻ, അതും നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ. അത് എൻ്റെ ഒരു കുടക്കീഴിൽ ധാരാളം ദിക്റുകൾ എന്ന പുസ്തകത്തിൽ അതിൻ്റെ ഓരോ ഈച്ച് ആൻഡ് എവരി ദിക്റുകളെ പ്രതിഫലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് അതിന് മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ അള്ളാഹുവിൽ നിന്ന് എത്ര അനുഗ്രഹങ്ങൾ നേടിയെടുത്തു. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് എങ്ങനെ അനുഗ്രഹം കിട്ടുക? ഒരുപാട് അനുഗ്രഹം കിട്ടാനുണ്ട് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല മൻ സല്ല അലയ്യ വാഹിദത്തൻ തുമ്മ സല്ലല്ലാഹു അലൈഹി അശ്റൻ. ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അവന് വേണ്ടി അള്ളാഹു 10 സ്വലാത്ത്, അതായത് 10 ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് വല്ല ഗുണവും നമുക്ക് വേണം തോന്നിക്കഴിഞ്ഞാൽ നിരത്തി പിടിച്ചങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊടുക്കുക. 1-ന് 10ആണ്, 10-ന് 100ആണ്, 100-ന് 1000ആണ് പ്രതിഫലം. അങ്ങനെ വട്ടപ്പൂജ്യം ഇട്ടങ്ങനെ പോകും അല്ലേ? അപ്പം അതുകൊണ്ട് ധാരാളമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പിന്നെ സലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക. സലാത്തിൻ്റെ പ്രതിഫലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടാണ് കേട്ടോ. ഷെയ്ഖ് സ്വാലിഹ് ഉസൈമീൻ റഹിമഹുല്ല പറയുന്നു, അതൊരു മഹത്തായ അനുഗ്രഹമാകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാകുന്ന അള്ളാഹുവെ നബിയെ ഉന്നതമായ നിൻ്റെ സന്നിധിയിൽ വെച്ച് നിന്നെ പുകഴ്ത്തും. അതായത് അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെച്ച് നമ്മളെ പുകഴ്ത്തുക എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയില്ലേ? അല്ലാഹു സല്ലി അലാ മുഹമ്മദ് വഅലാ അലി മുഹമ്മദ് എന്ന് പറയാനിപ്പോൾ ഇതിന് മാത്രം സമയം വേണോ? ഇതിന് മാത്രം എഫേർട്ട് എടുക്കണം? ഒന്നുമില്ല. നമ്മൾ വെറുതെ ഒന്നും വേണ്ട അല്ലേ? വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു അവിടെ പോയിട്ട് അള്ളാഹിൻ്റെ അർശിലിരുന്നിട്ട് നമ്മളങ്ങനെ മദഹ പറയും. അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ പറയാനും ചെയ്യാനൊക്കെ നമുക്കറിയാം. പക്ഷെ ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞാണ് അല്ലേ? ഇനി അങ്ങനെ പറയേണ്ട, എല്ലാറ്റിനും സമയമുണ്ട്. അൽഹംദുലില്ലാഹ് റാഹത്തേറിയ സമയം അള്ളാഹു തരും. നമ്മളത് നിശ്ചയിച്ചാൽ മതി ഇങ്ങനെയൊക്കെ ദിക്ർ എടുക്കണമെന്നുള്ളത് അല്ലേ? അതുപോലെ എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്നത് നിമിത്തം പദവികൾ ഉയർത്തപ്പെടും.
നന്മകൾ രേഖപ്പെടുത്തും, പാപങ്ങൾ മായ്ക്കപ്പെടും. അങ്ങനെ 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 പോകുന്നു. ഒരുപാട് പ്രതിഫലമുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ അത് തന്നെ കുറേ സമയം പറയാനുണ്ട്. പിന്നെ തറാവിഹ് നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത അല്ലേ? വിശുദ്ധ റമദാൻ സമാഗതമായി. വ്രതാനുഷ്ഠാനവും മറ്റ് ആരാധന കർമ്മങ്ങളുമായി ഇനിയുള്ള ദിവസങ്ങളിൽ ധന്യവും സമ്പുഷ്ടവുമായ ദിവസങ്ങളാണ് നമുക്ക് വരാനിരിക്കുന്നത്. റമദാനിലെ ഏറ്റവും പുണ്യമുള്ള ഒരു ആരാധനാ കർമ്മമാണ് തറാവീഹ് നമസ്കാരം. ഖിയാമുൽ എന്ന പേരിൽ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്ന തറാവീഹ് റമദാനിലെ മാത്രം നിർവഹിക്കേണ്ട ശ്രേഷ്ഠമായ, അതായത് മറ്റേ സുബഹിൻ്റെ സമയത്ത് നിസ്കരിക്കുന്ന ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന പകരമല്ല, ആ ഖിയാമുൽ നമസ്കാരം അല്ലേ, അതൊരു ഭയങ്കരമായൊരു ആരാധനാ കർമ്മമാണ്. എത്ര സമയമാണ് നിന്ന് പിന്നെ ഓതുകയല്ലേ, ഒരുപാട് ആയത്തുകൾ ഓതി ഒരുപാട് റുക്കോവും സുജൂദും വർദ്ധിച്ചും കൊണ്ടുള്ളൊരു പ്രതിഫലം ആവശ്യിച്ചു കൊണ്ടുള്ള നമസ്കാരമാണ്. പിന്നെ ചിലരൊക്കെ കാണാം തറാവിക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് തറാവി നിസ്കരിച്ച് പിന്നെ അങ്ങോട്ട് വന്ന് കളിക്കുന്നു. അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല. ആരെങ്കിലും പ്രതിഫലേക്ഷയോട് കൂടി വിശ്വാസത്തോടെ, ഈമാനോടെ, ഇഹ്തിസാബോടു കൂടി റമദാനിലെ നമസ്കാരം നിർവഹിച്ച അവൻ്റെ മുൻകാല പാപങ്ങൾ അത്രയും പൊറുക്കപ്പെടുമെന്ന് ബുഖാരി, മുസ്ലിം, തുർമുദി മുതലായ പിന്നെ പണ്ഡിത നേതൃത്വം മുഴുവനും അവകാശപ്പെടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെ തറാവീഹിന് പോയി നമസ്കരിക്കുന്നവരാണെങ്കിൽ മുഴുവനായിട്ടും ഇമാമിനോടൊപ്പം തന്നെ നമസ്കരിക്കുക അല്ലേ. ഇനിയിപ്പോൾ അഥവാ അതിന് പറ്റിയിട്ടില്ല, വീട്ടിലെ സിറ്റുവേഷനൊന്നും അനുകൂലമല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, നോമ്പ് തുറന്ന് ഭക്ഷണം കൊടുത്ത് തറാവിക്ക് പോകണ പോയി കഴിഞ്ഞാൽ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങുക അല്ലേ. ഉറങ്ങിയിട്ടൊരു തറാവിക്ക് പോകാത്തവരാണെങ്കിൽ 2 മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. തറാവിക്ക് പോയവരാണെങ്കിൽ 3 മണിക്ക് ശേഷം. അപ്പോൾ ചോദിക്കുക, അന്നേരം എണീറ്റാൽ പിന്നെ നിസ്കരിക്കണോ? അത്രയും സമയം അന്നേരം എണീറ്റാൽ നിസ്കരിക്കാതിരിക്കുകയോ ചെയ്യാം. കാരണം തറാവി നിസ്കരിച്ചോന് വീണ്ടും നിസ്കരിക്കണമെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിലോ അല്ലാത്തപ്പോഴോ 11-ൽ കൂടുതൽ നമസ്കരിച്ചിട്ടില്ല എന്നാണ് വെപ്പ്. അപ്പോൾ പിന്നെ നമുക്കവിടെ നിസ്കരിക്കാൻ വകുപ്പില്ല. വേണം നിസ്കരിക്കേണ്ട, രണ്ടും ബാധിക്കുന്നവരുണ്ട്, അള്ളാഹു ആലം. അപ്പോൾ ആ സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ തറാവി നിസ്കരിച്ചോലാണെങ്കിൽ ഒരുപാട് പിന്നെ ദുആ ചെയ്യാം അല്ലേ. അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ചൊല്ലി അല്ലാഹു അക്ബർ കബീറ പറഞ്ഞ് പിന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക യാ അല്ലാഹ് ബി അന്നകൽ വാഹിദ് അസ്സമദ് അല്ലദീ ലം യലിദ്, ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളെ ദുആ ഒരിക്കലും ആ ദുആ സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ, ദുആകൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത്. കാരണം പിന്നെ ഖുർആനിലെ ദുആകളും അതിൻ്റെ തഹജ്ജുദിലെ പുസ്തകത്തിലെ ദുആകളൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദുആകളാണ്. പക്ഷെ നമുക്ക് ഈച്ച് ആൻഡ് എവരി പേഴ്സൺസ്, ഓരോ വ്യക്തികൾക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവില്ലേ. നമ്മളെ കുട്ടികളെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ മകളെ ഭർത്താവിൻ്റെ കാര്യം, അല്ലെങ്കിൽ അമ്മായിയമ്മൻ്റെ കാര്യം, അല്ലെങ്കിൽ വീട് പണി, സ്ഥലം വാങ്ങിയിട്ട് വീട് തറയിടുന്നില്ല, അല്ലെങ്കിൽ തറട്ട വീട് വാർപ്പിടുന്നില്ല, വാർപ്പിന് പൈസ ഇല്ല, അങ്ങനെ പരീക്ഷയ്ക്ക് പിന്നെ നല്ല മാർക്ക് കിട്ടുന്നില്ല, പഠിച്ചിട്ട് ജോലിയില്ല, അങ്ങനെ ഒരു 100 കൂട്ടം കേസസ് ഉണ്ടാവും. അതൊന്നും ഇപ്പം നമുക്കറിയില്ല. അപ്പം അതൊക്കെ നമുക്ക് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ തന്നെ എഴുതി വെച്ച് പ്രാർത്ഥിക്കണം അല്ലേ. എൻ്റെ വിഷയം ഇപ്പോൾ വേറൊരാൾക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ തഹജ്ജുദിലെ ബുക്ക് വാങ്ങിയവരാണെങ്കിൽ അതിൻ്റെ പുറകിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പെൻസിലോണ്ട് എഴുതാം. കാരണം ദുആകൾ പിന്നെ എന്ന് വെച്ചാൽ സ്ഥായിയായി നിലനിൽക്കുന്നതല്ല അല്ലേ. ഓരോ ആവശ്യം നമ്മൾ ദുആ ചെയ്യുമ്പോൾ പിന്നെയും നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഇന്നലെ ഹസീന ടീച്ചർ പറഞ്ഞ പോലെ എത്ര വേണമെങ്കിൽ അള്ളാഹിനോട് ചോദിക്കാം. മല്ലം യസ്അലുല്ലാഹ ഗളിബ ലഹ് അല്ലേ. ദേഷ്യം ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കും. എന്നാൽ പിന്നെ കേട്ടക്കട്ടെ എന്നും പറഞ്ഞ് എന്ത് വേണമെങ്കിലും ചോദിച്ചിട്ടൊക്കെ അല്ലേ. നല്ല കാര്യങ്ങളെ വടക്ക് കാര്യങ്ങളൊന്നും ചോദിക്കരുത്, ചോദിച്ചാൽ ഇടങ്ങാറായിപ്പോവും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിടുക, നമ്മൾ എഴുതിയിട്ട് തന്നെ പ്രാർത്ഥിക്കുക. അതുപോലെ റമദാനിൽ രാവിലും പകലിലും ഒരു പ്രത്യേക സമയമുണ്ട് ദുആക്ക്. ഓരോരുത്തരുടെ ദുആക്കും ഇജാബത്തുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ സ്പെഷ്യൽ ദുആകൾ നിങ്ങൾ പിന്നെ അങ്ങനെ എഴുതി തന്നെ ദുആ. അപ്പം നിങ്ങൾ ഓർമ്മാക്കി പറഞ്ഞാലൊന്നും അത്രക്കൊരു ക്ലാരിറ്റി കിട്ടൂല. എനിക്കറിയാം, ഉറപ്പാണത്. കാരണം ഇന്ന് വിചാരിച്ചതായില്ല നാളെ പറയാം, നാളെ വിചാരിച്ചാവില്ല മറ്റന്നാൾ പറയാം അല്ലേ. അപ്പോൾ എഴുതി വെച്ചാൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവും, എന്ത് പറയണം എന്ത് പറയണ്ട എന്നുള്ളത്. അങ്ങനെ പിന്നെ നോമ്പ് തുറക്കുന്നതിൻ്റെ 30 മിനിറ്റ്, അതായത് പണ്ടൊക്കെ എന്ന് പറയുന്നത് നോമ്പ് തുറക്കാൻ നേരത്ത് ചൂടോടെ സമൂസ എണ്ണക്കായും പൊരിച്ച് അന്നേരം മിക്സ് ചെയ്ത ചായ, അന്നേരം കലിക്കുക നാരങ്ങ വെള്ളമൊക്കെ ആയിരുന്നില്ലേ. ഇപ്പോൾ അതൊക്കെ മാറി. എൻ്റെയൊക്കെ പിന്നെ അതായത് ആളുകൾ ഒരുപാട് ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, കുട്ടികൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, അതിലേറെ അഡ്വാൻസ്ഡ് ആണ് ഇപ്പോഴത്തെ പെണ്ണുങ്ങളും അല്ലേ. അവർക്ക് പ്രതിഫലത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമോ അതൊക്കെ ചെയ്തു തുടങ്ങി. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ആ സമയത്ത് കരക്കയും വെള്ളം എടുത്ത് പിന്നെ നമ്മൾ നിസ്കരിക്കുന്ന അങ്ങോട്ട് വന്നാൽ അവിടെ അത് വെച്ചിരുന്നിട്ട് നമുക്ക് ദുആ ചെയ്യുകയൊക്കെ ചെയ്യാം.
കുട്ടികളുണ്ടെങ്കിൽ ഓരെ അതിന് ക്ഷണിക്കുക, ഓലെ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊടുക്കുക. അങ്ങനെ പിന്നെ അല്പം പകൽ സമയം ഉറങ്ങാൻ മറന്നുപോയാൽ പ്രത്യേകം ശ്രദ്ധിക്കുക മൈ ബിലോഡ് സിസ്റ്റേഴ്സ്. അതായത് പകലൊന്ന് ഉറങ്ങുക തന്നെ വേണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നമുക്ക് കിടന്നാൽ ഉറക്കം ശരിയാണ്, ഉറക്കം കിട്ടൂല, നമുക്ക് ശീലമില്ലാത്ത പണിയാണല്ലോ, പകൽ ഫുള്ള് പണിയല്ലേ. അപ്പോൾ രാവിലെ ഇഷ്റാഖ് നമസ്കാരം കഴിഞ്ഞിട്ടോ അതല്ല ഒരു 10 മണി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നില്ലല്ലേ, നമ്മൾ ക്ലാസ് 10-ന് 10:30 അപ്പോൾ മാക്സിമം ഇഷ്റാഖ് നമസ്കാരം കഴിഞ്ഞ സമയത്ത് തന്നെ ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കുക അല്ലേ. എന്തെങ്കിലും ഒന്ന് ഉറങ്ങാണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണമായിപ്പോവും. അതുകൊണ്ട് ചിലരൊക്കെ ഭയങ്കര വീമ്പളൊക്കെ പറഞ്ഞ് പകൽ ഞാൻ കണ്ണിൻ്റെ പോള പൊട്ടൂല. പക്ഷെ അത് വലിയൊരു അഹങ്കാരമൊന്നുമല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല രാത്രിയെ പകലാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ രാത്രി സമയങ്ങളിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പകൽ ഉറങ്ങിയോ എന്നുള്ളത് അള്ളാഹ്ക്കൊരു വിഷയമല്ല. പകൽ ഉറങ്ങിയാൽ അള്ളാഹിൻ്റെ അടുത്തൊരു കുറ്റവുമല്ല. അപ്പോൾ അതുകൊണ്ട് പകലൊന്ന് ഉറങ്ങാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ളുഹർ കഴിഞ്ഞിട്ടോ എന്നിട്ട് കഴിയുന്ന പണി എടുത്താൽ മതി. ഫുള്ള് പണിയിൽ ഇങ്ങനെ ഫുൾ ടൈം മെനക്കെടണമെന്നൊന്നുമില്ല അല്ലേ. അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് 1-2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വീതമോ ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. അതെന്തിനാ വെച്ചാൽ നമുക്ക് രാത്രി എണീറ്റ് എന്തെങ്കിലും ദിക്റ് ദുആ ചെല്ലുമ്പോഴൊക്കെ ഒരു ഇത് കിട്ടും, ക്ലിയർ കിട്ടും. മറ്റൊരു അബോധാവസ്ഥയിൽ തലേൻ്റെ മയക്കത്തിലായിരിക്കും ചെയ്യുക. അപ്പം അത് വേണ്ട. അതുകൊണ്ട് എന്തായാലും പകൽ ലേശം സമയം ഉറങ്ങുക. രാത്രി ഒരുപാട് സമയം ഉറക്കം വിളിക്കുന്നതാണല്ലോ. ഒന്നാമത് ആ 2 മണി സമയത്ത് എണീച്ച് കുറേ ദിക്റും ദുആ ഒക്കെ കഴിയുമ്പോഴേക്കും അത്താഴത്തിൻ്റെ ഭക്ഷണത്തിന് എഴുന്നേറ്റ് വരുന്നവർക്ക് ഒരാൾക്ക് പത്തിരി ആയിരിക്കും, ഒരാൾക്ക് ചോറായിരിക്കും, ഒരാൾക്ക് ചൂടുള്ള ചായ ആയിരിക്കും, ഒരാൾക്ക് വെള്ളമായിരിക്കും. ഇതൊക്കെയും മേശപ്പുറത്ത് എത്തിക്കേണ്ട കംപ്ലീറ്റ് ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട് അല്ലേ. നമ്മൾ കുടിച്ചോ തിന്നോന്ന് പോലെ ആരും കുട്ടികളും ചോദിക്കൂല, ഉപ്പയും ചോദിക്കൂല അല്ലേ. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങൾ തടി കരുതുക അല്ലേ. വേഗം പോയി വെള്ളമോ ചോറോ പത്തിരി എന്തുണ്ടോ ഇല്ലയെന്നൊന്നും നോക്കണ്ട, നിങ്ങൾ ആദ്യം കുശാലായിട്ട് തിന്ന് വെച്ചോളി. എന്നിട്ട് ഓലിക്ക് വിളമ്പി കഴിയുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു സൂറ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മൊബൈലിൽ അങ്ങനെ ഓതിക്കോളും അല്ലേ. അപ്പോൾ ഓതുമ്പോൾ യാസീനൊക്കെ ആണെങ്കിൽ നമുക്കത് കാണാണ്ട് കിട്ടും. യാസീനോ മുൽക്കോ ഏതെങ്കിലും സൂറ അല്ലേ, അൽബക്കറ പഠിച്ചവർക്കാണെങ്കിൽ അത് ഇടാം അല്ലേ. അപ്പോഴത്തേക്ക് നമ്മൾ ബാങ്കിൻ്റെ മുമ്പായിട്ട് നമുക്ക് 50 ആയത്ത് തീർക്കാൻ പറ്റും. കാരണം മനപ്പാട സൂറകളാകുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ഏത് സൂറത്ത് ഓതണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മനപ്പാടുള്ള സൂറത്ത് ഏതെങ്കിലും ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചാൽ അതങ്ങനെ ഓടിക്കോളും അല്ലേ. ആണുങ്ങളെ ഭക്ഷണവും കുട്ടികളെ ഭക്ഷണമൊക്കെ കഴിയുമ്പോഴേക്ക് അതല്ലാണ്ട് ഇവരൊക്കെ തിന്ന് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ എന്നിട്ട് പാത്രം കഴിഞ്ഞ് എന്നിട്ടൊന്നും പിന്നെ ഓതാൻ നടക്കൂല. അപ്പോൾ ഞാനതാ പറഞ്ഞ് ടെക്നിക്കലി ഒന്നും അഡ്വാൻസ്ഡ് ആവാണ്ട് നമ്മളെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. അപ്പോൾ ആദ്യം നമ്മളെ കാര്യം ഒന്ന് ഉറപ്പിച്ച് വെക്കുക, എന്നിട്ട് മറ്റുള്ള ഭക്ഷണത്തിൻ്റെ കാര്യത്തിലേക്ക് നീങ്ങുക അല്ലേ. അല്ലാണ്ട് നമ്മൾ ഫുഡ് ഇവരൊക്കെ കഴിഞ്ഞിട്ട് തിന്നാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ സുന്നിപ്പള്ളിയിൽ നിന്നും ബാങ്ക് കേൾക്കേണ്ടി വരും. അപ്പോൾ അതിന് നിൽക്കണ്ട. അതുകൊണ്ട് ആദ്യം കഴിക്കുക, എന്നിട്ട് റെക്കോർഡ് ഇട്ട് ഓതുക, എന്നിട്ട് അവരെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുക അല്ലേ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സുകൾ ഒരുപാട് ഓവർ റഷായി പോകരുത്. ക്ലാസ് കുറേ കേട്ടെന്ന് വെച്ചിട്ട് നമുക്ക് വലിയ മഹത്വമൊന്നും കിട്ടാനില്ല. ഒന്നോ രണ്ടോ കേൾക്കുന്നത് വൃത്തിയുള്ളത് നല്ലത് കേട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിക്കും. അമലുകളിലാണ് വർധനവ്. ദുആകളിലും ദിക്റുകളിലുമാണ്. ക്ലാസ്സുകളിൽ വർധനവ് കാര്യമായ പ്രതിഫലം ഉണ്ടാക്കുമെന്നും തോന്നുന്നില്ല, അല്ലാഹു അലം. എത്ര ആയത്തുകൾ ഓതി നമസ്കരിച്ചു, ഒരുപാട് ആയത്തുകൾ ഓതി നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം അറിയില്ലെങ്കിൽ ഫോൺ നോക്കിയിട്ടോ ചെറിയ ചെറിയ ഖുർആനുണ്ട്, ഓരോ ജുസ് വീതം ഇറങ്ങുന്ന ഖുർആനുണ്ട്, അല്ലെങ്കിൽ അത് നോക്കിയിട്ടും ഓതാം അല്ലേ. ഇനിയിപ്പോൾ വൃദ്ധകളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്ത പുറത്ത് പോകാൻ പറ്റാത്ത എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയസ്സന്മാരെ കാണാൻ പോലെ ഒരു ഹോബിയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവരടുത്ത വീട്ടിലുള്ള ഒരു പെണ്ണുങ്ങളെ കാണണം, നിങ്ങളെപ്പോഴും ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു അവർക്ക് എന്നെ അറിയോ? നിങ്ങളെ ബുക്ക് വായിക്കുന്ന ആൾ, നിങ്ങൾക്ക് എപ്പോഴും ദുആ ചെയ്യുന്ന ആളൊന്ന് കണ്ടേ മതി. അങ്ങനെ ഞാൻ മഗ്‌രിബ് നിസ്കരിച്ച ശേഷം അവിടെ ചെന്നപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ പുതിയ ബുക്കൊക്കെ കൊടുത്ത്. അപ്പോൾ അവർ പള്ളിയിൽ വരായിട്ട് ഇങ്ങനെ പറയുക, പള്ളിയിൽ വന്നാൽ തന്നെ ഒരു സോക്സ് പോലും കുനിയാൻ പറ്റാത്ത കാൽമുട്ടിന് ഏതോ കാൽ ഓപ്പറേറ്റ് ചെയ്ത സ്ത്രീയാണ് അവർ. പക്ഷെ എന്നിട്ട് അവർ വരാത്തപ്പോൾ ഞാനൊന്ന് തൊട്ടു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നല്ല സുഖം, ഇവിടെ കുത്തിരുന്നുള്ള കൂലിയൊക്കെ വാങ്ങാം. നമ്മൾ കഷ്ടപ്പെട്ട് തിന്ന് അങ്ങനെ പാത്രം വെച്ച് എന്നിട്ട് കുറേ നമുക്ക് ഒരു 1/2 കിലോമീറ്ററിനടുത്ത് പള്ളിയിലൊക്കെ നടക്കാനുണ്ട്. അത്ര നടന്ന് വേർത്ത് ചൂടെടുത്തിട്ടൊക്കെ പള്ളിയിൽ പോകണം, നിങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കൂലി വാങ്ങലേന്ന് പറഞ്ഞപ്പോൾ അതിന് നല്ല സന്തോഷം. അപ്പോൾ ഇങ്ങനെ നിസ്കരിക്കുമോ എടുത്ത് മറന്നോവും, നിസ്കരിച്ചാൽ മറന്നോവും, എന്നാലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഭയങ്കര ദിക്റുമായിട്ട് നടക്കുന്നു. അപ്പോൾ നിങ്ങൾ നോക്കണം എത്ര പ്രതിഫലം കിട്ടുകയല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ വയസ്സായിട്ട് വീട്ടിലായി പോയാലൊന്നും ബേജാറാവണ്ട. നല്ല കാലത്ത് നിങ്ങൾ പുറത്ത് പോയി അമൽ ചെയ്തതാണെങ്കിൽ പള്ളിയിൽ പോയ കൂലിയും തറാബിയ നിസ്കരിച്ച കൂലിയും ഒക്കെ കിട്ടും അല്ലേ. നല്ല കാലത്ത് ഇങ്ങനെ അടങ്ങി ഒതുങ്ങി പുര തന്നെ ഇരുന്നാണെങ്കിൽ അതൊന്നും കിട്ടില്ല.
പിന്നെ ചാരിറ്റി സന്ദർശനം, രോഗസന്ദർശനം, ആർക്കെങ്കിലും എന്തെങ്കിലും അരിയോ വയറോ കൊണ്ടുപോയി കൊടുക്കാൻ ആരെങ്കിലും ഏൽപ്പിച്ചാലും അത് കൊണ്ടുപോവുകയും. ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് തീരെ വയ്യാത്തോല് വരെ, പക്ഷെ അവരൊക്കെ ആരെങ്കിലും കയ്യിൽ നിന്ന് പൈസ എങ്ങനെയെങ്കിലും കിട്ടിയിട്ട് അത് എവിടാ എത്തിക്കേണ്ടതെന്ന് വിചാരിച്ചത് അത്ര കൃത്യനിഷ്ഠയോടുകൂടി എത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇന്നലെ ഇപ്പോൾ രാത്രി ഫർസു അവരെ ഹസ്ബൻഡിനെയും കൂട്ടി വന്നിട്ട് പിന്നെ കാരക്കയൊക്കെ എടുത്തിട്ട് പോയി അവരെ നാട്ടിൽ കൊടുക്കാൻ, പിന്നെ തോപ്പയിൽ ഭാഗത്തൊക്കെ കൊടുക്കാൻ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം വന്ന് വാങ്ങിപ്പോകും, എന്നിട്ട് അതിങ്ങനെ വിതരണം ചെയ്യും. പിന്നെ വല്ലതും സദക്ക ചെയ്തു പോവുക. സദക്കൻ്റെ കാര്യത്തിൽ നിങ്ങളൊരു നെയ്യത്ത് വെക്കാൻ, ഞാൻ തോനെ കൊടുക്കാൻ പൂതിയുണ്ട് അല്ലേ, ബാക്കി അള്ളാഹു ആയിക്കോളും. അള്ളാഹ് പറഞ്ഞിക്കണമല്ലോ ദിവസവും രാവും പകലൊക്കെ നിങ്ങൾ ദുആ സ്വീകരിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ സദക്ക കൊടുക്കാൻ ആഗ്രഹമുള്ളവർ അതിനു വേണ്ടിയിട്ട് ദുആ ചെയ്യുക അല്ലേ. പിന്നെ സ്വന്തം ആവശ്യാർത്ഥ സ്പെഷ്യൽ ദുആകൾ എഴുതി വെച്ചോന്ന്, അതൊരു മെയിൻ പോയിൻ്റാണ്. നിങ്ങളെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക തന്നെ വേണം, അതിനായിട്ട് ഇരിക്കണം കേട്ടോ. അതൊന്നും പിന്നെ തന്നാലെ ഓട്ടോമാറ്റിക്കലി ബുക്കിൽ വരികയൊന്നുമില്ല, നിങ്ങൾ എഴുതാണ്ടൊന്നും. ഓർമ്മ ആകുമ്പോൾ എഴുതി വെച്ചാലും മതി. പിന്നെ എഴുതി വെച്ച ദുആകൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചൊരു 30 ദിവസം 30 ദുആക്ക് ഇജാബത്ത് കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര കിട്ടലല്ലേ അല്ലേ. അപ്പം അതുകൊണ്ട് അത് കാര്യമായിട്ട് ആ ദുആകളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക. എഴുതി വെക്കാൻ വിട്ടുപോകരുത്. പിന്നെ സുജൂദിൽ കിടന്ന് കരയാൻ സമയം കിട്ടിയിരുന്നു. സുജൂദിൽ കിടന്നാൽ എന്തിനാ കരയുക, കരച്ചിൽ വരുമോ എന്നൊക്കെ ചോദിച്ചാൽ നരക ഓർത്താലൊക്കെ കരച്ചിൽ വരൂലേ. ഖബർ കിടക്കുന്ന രംഗമൊക്കെ ആലോചിച്ചാൽ മതി, അപ്പോൾ തന്നാലെ കരച്ചിൽ വന്നോളൂ. അപ്പോൾ കരച്ചിൽ വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കരച്ചിൽ വരുത്തിയിട്ട് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്നുള്ള ദുആ ഭയങ്കര ദുആണ്. ആ ദുആകളും പിന്നെ സുജൂദ് ചെല്ലേണ്ട ദുആകളും അങ്ങനെ കുറേ ചെല്ലുക കേട്ടോ. പാപമോചന ദുആകൾ വർദ്ധിപ്പിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് അത് ധാരാളമായിട്ട് വർദ്ധിപ്പിക്കുക. പിന്നെ ഖുർആൻ പാരായണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് ഏകദേശം ഒരു 3 ഖത്തം തന്നെങ്കിലും തീർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഖത്തം തീർക്കുമ്പോൾ പരിഭാഷയും പിന്നെ തഫ്സീറൊക്കെ അറിയുന്നവരായിരിക്കും, പക്ഷെ അത് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് ഖത്തം എണ്ണം കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഖത്തത്തിൽ തന്നെ ശ്രദ്ധിച്ചിട്ട് 3 സ്പീഡിൽ തീർക്കാൻ നോക്കുക. അത് കഴിഞ്ഞ ശേഷമുള്ള സമയത്ത് വേണമെങ്കിൽ നമുക്ക് സാവധാനം, അതായത് എഅ്തികാഫിൻ്റെ ഡേയ്സിലൊക്കെ നമുക്ക് ഒരുപാട് അർത്ഥം അറിഞ്ഞ് വിശദീകരണം മനസ്സിലാക്കിയോ അങ്ങനെ പാരായണം ചെയ്യുക. കാരണം നമ്മൾ എത്ര ഖത്തം തീർത്തു എന്നുള്ളതിൻ്റെ വിഷയത്തിൽ അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്താൽ നമ്മൾ പിന്നെ നമുക്കൊരു ക്ലാരിറ്റി കൊടുക്കാനുണ്ടാവില്ല. ആകെ ഒരു ഖത്തം അല്ലെങ്കിൽ ഒരു പകുതി എന്നൊക്കെ പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു മോശമാണ് അല്ലേ. അഖിമിസ്സലാത്ത ദുലൂക്കി ഷംസി ഇലാ വസഖിൽ ലൈലി വ ഖുർആനൽ ഫജ്ർ, അതായത് സൂര്യൻ തെറ്റിയത് മുതൽ രാത്രി ഇരുട്ടുന്നത് വരെയുള്ള സമയത്ത് നിസ്കാരം നിർത്തുക. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദാ, അതായത് പ്രഭാത സമയത്ത് ഖുർആൻ പാരായണം സാക്ഷ്യം വഹിക്കപ്പെടുന്നതായിരിക്കും. അതുകൊണ്ട് പ്രഭാത സമയത്ത് ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, അതായത് രാത്രിയിൽ അല്പസമയം നീ ഉണർന്ന് ഖുർആൻ പാരായണത്തോടെ ധാരാളം പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുക. അസാ അയ്യബഹദക റബ്ബുക മഖാമ മഹ്മൂദ്, അതായത് അത് നിനക്ക് കൂടുതലായുള്ളൊരു പുണ്യകരമാണ്. നിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മഖാമ മഹ്മൂദ്, ഒരു സ്തുത്യർഹമായ സ്ഥാനത്ത് നിയോഗിച്ചേക്കാം. അപ്പം അതുകൊണ്ട് ഖുർആൻ പാരായണം ആരും തന്നെ ഒട്ടും അവഗണിക്കരുത്, കാര്യമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ തഹജ്ജുദിന് തറാവീന് പോകാത്തവരാണെങ്കിൽ 2 മണി സമയത്ത് തന്നെ എഴുന്നേറ്റിട്ട് ധാരാളമായിട്ട് ഖുർആൻ പാരായണം ചെയ്തിട്ട് ഖുർആൻ ആയത്തുകൾ വർദ്ധിപ്പിക്കുകയും വേണം. നമസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷ ആയിരിക്കും കുറച്ച് ദിവസങ്ങളിൽ, അത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അവരെയും കൂടെ വിളിച്ചുണർത്തുക. മഗ്‌രിബിന് നോമ്പ് തുറ കഴിഞ്ഞ ഉടനെ തന്നെ കുട്ടികളെ ഏശ നിസ്കരിച്ചിട്ട് ഉറങ്ങാൻ, നിങ്ങളും കുട്ടികളൊക്കെ ഉറങ്ങുക. ഭർത്താവ് വരുമ്പോൾ എല്ലാം നേരം ഒരാൾ എണീറ്റ് ഫുഡ് കൊടുത്താൽ മതിയല്ലോ, കറണ്ടും ലൈറ്റൊക്കെ അതും ഫ്രീ ആവും. തറാവിക്ക് പോകാത്ത വീടുകളിലെ കാര്യമാണ് പറയുന്നത്. കുട്ടികളെ ഉറക്കിയിട്ട് അന്നേരം അവരെ എഴുന്നേൽപ്പിച്ച് നിസ്കരിച്ച് സുബഹി നിസ്കരിച്ചിട്ട് കുട്ടികൾക്ക് ഉറങ്ങാൻ നമുക്ക് ഇഷ്റാഖ് വരെ അത് വെയിറ്റ് ചെയ്തിരിക്കാം. ഇഷ്റാഖിൻ്റെ കൂലി ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഒരു ഹജ്ജും ഉംറയും നിർവഹിച്ച പോലെ താമത്തൻ എന്നാണ് പറയുന്നത്. അതായത് പൂർണ്ണമായും ഹജ്ജ് ഉംറ, അത് റമദാനിലെ ഹജ്ജ് ഉംറയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം പ്രതിഫലമായിരിക്കും ലഭിക്കുക.
പിന്നെ പിന്നെ സുബഹി നമസ്കാരത്തിന് മുൻപായിട്ട് അത്താഴത്തിന് ശേഷം 50 ആയത്ത് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അത് നമുക്ക് പാത്രം കഴുകൽ, ഫുഡ് വിളമ്പൻ്റെ ഒക്കെ ഇടയിൽ പറ്റുന്നില്ലെങ്കിൽ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടോ അല്ല അതല്ല ഇനി ഓഡിയോ കേട്ടിട്ടോ നമുക്കറിയുന്ന സൂറത്ത് ഏതെങ്കിലും ഇട്ടാലും മതി. അപ്പോൾ പിന്നെ തെറ്റ് മിസ്റ്റേക്സ് ഉണ്ടാവില്ലല്ലോ, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഓതാലോ. ഫുഡ് കൊടുത്തുകൊണ്ട് തന്നെ ഓതാൻ ശ്രമിക്കുക. അത്ര പോലും 50 ആയത്തുകൾ വിട്ട് പോകരുത്. പിന്നെ മനപ്പാഠ സൂറകൾ ഹിഫ്ള് നോക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഡിയർ ഫ്രണ്ട്സിനെ ഏൽപ്പിക്കുക. നമുക്കൊരു 10 20 ആയത്തുകൾ നമുക്ക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മൻ്റെ താഴെ അല്ലെങ്കിൽ യാസീനോ അല്ലെങ്കിൽ മുൽക്കൊക്കെ നമുക്ക് അറിയെങ്കിലും കുറേ ഫത്തും ഗസറും ബി ഫി ബി ഒക്കെ വിട്ട് പോയിട്ടുണ്ടാകും. അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഓതി കൊടുക്കുക. അപ്പോൾ അവർ കറക്റ്റ് ചെയ്ത് തരാൻ നമുക്ക് പറ്റുമെങ്കിൽ അവരത് തിരിച്ചും ചെയ്യാം. പിന്നെ ഹിഫ്ള് പുതിയതായിട്ട് ഹിഫ്ള് ചെയ്യാനും പഴയ ഹിഫ്ള് കറക്റ്റ് ചെയ്യാനും വേണ്ടി വേറെ ഒരു ഉപായം പറഞ്ഞുതരാം. അതായത് നാം പാരായണം ചെയ്ത് പഠിച്ച അതേ ഖുർആനിലെ അതേ പേജ് തന്നെ ഒരു 5-6 പേജ് ഏതൊക്കെയാണോ നമുക്ക് വേണ്ടത് അതൊക്കെ ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത്, ഫോട്ടോസ്റ്റാറ്റിന് 5 രൂപയായിരിക്കാം ചിലപ്പോൾ മുടക്കുന്ന ഒരു പേജിന്. അത് 50 5 × 70 100 70,000 ഇരട്ടി പ്രതിഫലമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് തിരിച്ച് തരാതിരിക്കുകയില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഈ എക്സാം ബോർഡ് പോലത്തെ ബോർഡിൽ ഇങ്ങനെ പിന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കുക. നമുക്ക് വേണ്ടിയത് എടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് ഇങ്ങനെ വീണ്ടും പാരായണം ചെയ്യുക. അപ്പോൾ മെമ്മറിയും നടക്കും, ഇഫ്താർ ഫുഡ് പ്രിപ്പറേഷനും നടക്കും, ഹിഫ്ലും നടക്കും. മനസ്സിലായില്ലേ? ഹിഫ്ലിനായിട്ട് പ്രത്യേക ഒരു സമയം വേണ്ട. പിന്നെ ദിക്കറുകൾ ധാരാളം വർദ്ധിപ്പിക്കുക. ദിക്കറുകളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ ഒരു ക്ലാസ്സിലൊന്നും ഒതുങ്ങൂല. വേണമെങ്കിൽ ഒരു കുടക്കീഴിൽ ഒരുപാട് ദിക്കറുകളും പ്രതിഫലവും എന്നുള്ള എൻ്റെ പുസ്തകം ഉണ്ട്, അതിൽ നോക്കിയാൽ മനസ്സിലാവും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നെ എടുത്തു കഴിഞ്ഞാൽ പഠിച്ചോനേ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു പോകും. അതിന് മാത്രം പ്രതിഫലമുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ദിക്കറുകൾ, സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാനുള്ള ദിക്കറ്, സ്വർഗത്തിലെ പിന്നെ നിധികൾ, പിന്നെ സ്വർഗത്തിൽ വീട് കിട്ടുവാൻ വേണ്ടി ജന്നാത്തിൽ ഫിർദൗസ്, അങ്ങനെ ഓരോന്നിനും ഈച്ചൻ്റെ അവർ 8 വാതിലുകൾ ഒരേ സമയം ഓപ്പൺ ആവാൻ വേണ്ടി അങ്ങനെ കുറേ നല്ല നല്ല ദിക്കറുകളും അതിൻ്റെ പ്രതിഫലം എപ്പം ചെല്ലാൻ പിന്നെ ഏത് സമയത്ത് ചെല്ലാൻ ആരാണ് റെഫറൻസ് എഴുതിയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കുന്ന ഒരു ബുക്കാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ അതുപോലെ അത് നോക്കിയിട്ടോ അല്ലാണ്ടോ എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാമല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിലുള്ള സലാത്ത് വർദ്ധിപ്പിക്കൽ, അത് ഏറ്റവും വലിയ കാര്യമാണ്. ഒരു സലാത്ത് ഞാൻ ചെല്ലിയാൽ എൻ്റെ പേര് ചെല്ലിയാൽ 10 സലാത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക്, അതായത് 10 അനുഗ്രഹങ്ങൾ അള്ളാഹു പിന്നെ വർഷിപ്പിക്കുന്ന മീൻസ് ഒരു 10 എണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ 100, 100 എണ്ണം ചൊല്ലിക്കഴിഞ്ഞാൽ 1000 അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മളെ മേൽ വർഷിപ്പിച്ചാൽ നമുക്ക് എങ്ങനെയാ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടുണ്ടാവും? ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഉണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റഹ്മത്തേറിയ റാഹത്തേറിയ ബർക്കത്തേറിയ അനുഗ്രഹങ്ങൾ വർഷിക്കാൻ വേണ്ടിയിട്ട് ധാരാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. അതൊക്കെ നമുക്ക് മറന്ന് ഗഫലത്ത്, പണീൻ്റെ ഇടയിൽ കൂടെ ഉപ്പും പുളിയും മഞ്ഞളും ഇടുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഗഫലത്തിലായി പോണതിനാണെങ്കിൽ നേരെ സൗണ്ടിൽ യൂട്യൂബിൽ തന്നെ ആവർത്തിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട്, നമ്മളെ ഗ്രൂപ്പിലിടുന്നതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നിട്ട് സെലക്ട് ചെയ്തിട്ട് പിന്നെ എടുത്തിട്ട് അതിങ്ങനെ ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആ കാര്യം ഇങ്ങനെ ഓതുമ്പോൾ നമുക്കും ഇപ്പോൾ ഏകദേശം അയാൾ 100 ഓതുമ്പോൾ നമ്മളിത് 80 എന്നെങ്കിലും ആയി കിട്ടും. പിന്നെ കറക്റ്റ് അത് അള്ളാഹു നിർബന്ധമാക്കിയ ദിക്കറുകളല്ലാണ്ട് കറക്റ്റ് ചെല്ലണ്ട എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ ചെല്ലാം. അതിനൊരു കണക്ക് വെക്കേണ്ട ആവശ്യമില്ല. കണക്ക് അയാൾ 100 ചൊല്ലിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അധികം നമുക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് കണക്കാകുകയില്ല. നമ്മളിൽ നിന്ന് മിസ്സായതൊക്കെ അതിലങ്ങ് കവറപ്പാകുകയും ചെയ്യും. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, തഹജ്ജുദിന് തറാവിന് പോകാത്തവരാണെങ്കിൽ മാക്സിമം 2 മണിക്ക് തന്നെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. 2 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുറേ ദുആകളും കുറേ കാര്യങ്ങളും നമ്മൾ ആ ദുആ സ്വീകരിക്കാനുള്ള ദിക്കറുകളും എന്തൊക്കെയോ ഉണ്ട് ചെല്ലാൻ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ തഹജ്ജുദിൻ്റെ പ്രാർത്ഥനകൾ എന്ന ബുക്കിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങാത്തവർ വാങ്ങിക്കുക. ഞങ്ങൾക്ക് ചിലപ്പോൾ ആ ബുക്കിന് ഒരു 50 രൂപയാണ് ചിലവാക്കുന്നതെങ്കിലും അതിനേക്കാൾ 50,000 കോടിയിലേറെ പ്രതിഫലം ഒരുപാട് പിന്നെ നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽ ദുആസും കൂടെ അതിൽ വരുന്നുണ്ട്. ആ ദുആകൾ നമ്മളെ ഖിയാമത്ത് നാൾ വരെ നമ്മളെ മക്കളെ സന്താന പരമ്പരയിൽപ്പെട്ട മക്കൾ സ്വാലിഹായി തീരാനും അവർ പ്രവർത്തിക്കുന്ന അവർ ചെയ്യുന്ന സ്വാലിഹാത്തിലും സദഖകളിലൊക്കെ നമുക്ക് ഖബർ കിടന്ന് ഭാഗവാക്കാകാനും ഒക്കെ സാധിക്കും. പിന്നാണെങ്കിൽ
നമുക്ക് അള്ളാഹുവിന് ആ സമയത്ത് എണീച്ചിട്ട് അള്ളാഹു ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങൾ, ഈച്ച് ആൻഡ് എവറി നാമസ്, എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് അള്ളാഹുവിനോട് എടുത്ത് പറഞ്ഞ് സന്തോഷക്കണ്ണീരുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണം സപ്പോസ് ഒരു ഭർത്താവിൻ്റെ കാര്യമാണെങ്കിൽ, ഭർത്താവ് ഉള്ളതുകൊണ്ട് വീടായി, കുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അവരൊക്കെ ഡിഗ്രി എടുപ്പിച്ച് അവരെ കല്യാണത്തിന് ഒരാളോടും കൈനീട്ടാണ്ട് അവരെ കല്യാണം കഴിച്ചെന്നു. ഇപ്പോൾ ഒരു കാറുണ്ട്, നമുക്ക് വളരെ ക്ലോസിൽ പത്രാസിൽ ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് പോകാം. അതൊക്കെ അനുഗ്രഹങ്ങളല്ലേ. അതൊക്കെ സന്തോഷത്തോടു കൂടി റിമെമ്പർ ആൻഡ് ക്രൈ, ട്രൈ ടു ബി കോൺഷ്യസ്, ബോധപൂർവം മനഃപൂർവ്വം കരച്ചിൽ വരുത്തി സന്തോഷക്കണ്ണീര് വരുത്തിയിട്ട് ദുആ ചെയ്യുക. എൻ്റെ അള്ളാഹു യുഹിബു ഷാക്കിരീൻ, അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നു ശുക്ർ ചെയ്യുന്നവരുണ്ട്, അതായത് അള്ളാഹ്ക്ക് നന്ദി കാണിക്കുന്നവർ. അതുകൊണ്ട് ഒരുപാട് നന്ദി സൂചകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് കരയുക. ലഇൻ ശകർത്തും ലഅസീദന്നക്കും എന്നാണ് പറഞ്ഞത്. ആരെങ്കിലും നന്ദി കാണിക്കുകയാണെങ്കിൽ അവൻ്റെ അനുഗ്രഹങ്ങളിൽ ബർക്കത്തുണ്ടാവുക പറയുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ചെയ്ത ഗുണങ്ങൾ എണ്ണി പറഞ്ഞ് സന്തോഷം കണ്ണീര് വാർത്ത. എന്നിട്ട് വേണം പരാതി പറയാൻ. ആദ്യം തന്നെ പരാതിയായിട്ട് ചെന്നാൽ അള്ളാഹ്ക്കും അതൊരു സന്തോഷം ഉണ്ടാവില്ല. പിന്നെ ദുഹാസൻ്റെ സമയത്ത് 1 മണിക്കൂറെങ്കിലും മുസല്ലയിലിരുന്ന് ധാരാളമായിട്ട് ഓതാം. പിന്നെ അസ്മാഉൽ ഹുസ്ന, അതായത് മനപ്പാടുള്ളവരങ്ങനെ, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥത്തോടു കൂടി മനസ്സിലാക്കിയിട്ടൊന്ന് പാരായണം ചെയ്യൽ സ്വർഗപ്രവേശനത്തിൻ്റെ ഒരു ടിക്കറ്റാണ് അസ്മാഉൽ ഹുസ്ന. അധിക പേരും അതിൻ്റെ തഫ്സീറടക്കം പഠിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് പിന്നെ ഫുഡ് പ്രിപ്പറേഷനെ കുറിച്ചിട്ടും കിച്ചൺ ക്ലീനിങ്ങും കിച്ചൺ ഓർഗനൈസിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒരു ക്ലാസ് തരാം. നമുക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായി തീരുന്ന ഒരു കാര്യമാണത്. അതൊക്കെ എങ്ങനെ എളുപ്പം ചെയ്യാമെന്നതിനെ കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് തന്നെ ഫുള്ള് പറയാനുണ്ടാവുന്നു. ഫുഡ് പ്രിപ്പറേഷനും വളരെ സ്മൂത്തായിട്ട് ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളുണ്ട്, അധികാർക്കും അറിഞ്ഞുകൂടാത്തത്. അപ്പോൾ അത്തരം കാര്യങ്ങളും അതിലൂടെ നമുക്ക് അമലുകൾ വർദ്ധിക്കും. സമയം കിച്ചൺ ക്ലീനിങ്ങിലും ഫുഡ് പ്രിപ്പറേഷനിലും സമയം ബാലൻസ് വരുമ്പോൾ ആ സമയം കൂടെ നമുക്ക് ഇബാദത്തിലേക്ക് കിട്ടും. പിന്നെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ്, ഓരോ കാര്യത്തിലും ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇബാദത്തിന് വേണ്ടിയിട്ട് സമയം ബാക്കി കിട്ടും. പിന്നെ മാത്രമല്ല, എല്ലാവർക്കും ഒരു വിചാരം നമ്മൾ പകലുറങ്ങാത്തത് വലിയൊരു ക്രെഡിറ്റായിട്ട് പറയും. പക്ഷേ റമദാൻ മാസത്തിൽ നേരെ തിരിച്ചാണ്. പകലുറങ്ങിയേ പറ്റൂ. വേണമെങ്കിൽ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഗേറ്റ് ലോക്ക് ചെയ്തിട്ടെന്നെങ്കിലും കിടന്നുറങ്ങാം. കാരണം ബെല്ലടിയും ഫോൺ കോളും കൊണ്ട് നമുക്ക് കിടക്കാൻ പറ്റൂല. കാരണം അവർക്ക് കൊടുക്കാനുള്ള ഇപ്പോൾ എന്തായാലും അവർ വരുന്നവരോട് പറഞ്ഞാൽ മതി 2 മണിക്ക് ശേഷം വരാൻ. അതായത് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ അടുക്കളയിൽ കയറുമ്പോൾ അവർക്ക് വെയിൽ കാണുന്ന സമയം അന്നേരം വന്നോട്ടെ. അപ്പോൾ അതങ്ങനെ പറഞ്ഞേക്കുക. ഞാൻ വരുന്നവരോടൊക്കെ പറയും, നോമ്പിന് വരികയാണെങ്കിൽ 2 മണിക്ക് ശേഷം വരണേ, നിങ്ങൾ രാവിലെ വന്ന് ബെല്ലടിച്ച ആളെ ഇടങ്ങാറാക്കരുതെന്ന് പറയും. വെച്ചാൽ നമുക്കത് ആ സമയത്തൊന്ന് കണ്ണ് മാളി വരുമ്പോൾ ഒന്ന് പോയാൽ പിന്നെ രാത്രി തഹജ്ജുദ് പിന്നെ ഖിയാമുൽ ലൈൽ നിസ്കാരത്തിന് കോൺസെൻട്രേഷനും കിട്ടില്ല, കുറേ ഓതാനും പറ്റില്ല, അള്ളാഹിനോട് സംവദിക്കാനും പറ്റൂല. അപ്പോൾ അതിനുള്ള വേണ്ടി പകൽ നിർബന്ധമായിട്ട് ഉറങ്ങണം. നോക്കിയാൽ ലുഹാ സമയത്ത്, അതാ കൈലൂലിയത്തിൻ്റെ ഉറക്ക്. ഇനി അതും അല്ലെങ്കിൽ പിന്നെ അസറിന് മുമ്പായിട്ട്, അസറിന് ഉളവെടുത്ത് അസർ വെയിറ്റ് ചെയ്യുന്ന സമയത്തോ അങ്ങനെ ഏതെങ്കിലും സമയത്ത്. അപ്പോൾ കിച്ചണിലെ ഫുഡും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സ്മൂത്തായിട്ട് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളമായിട്ട് സമയം കിട്ടും. അതുപോലെ കുട്ടികളെയും തന്നെ നല്ല രീതിയിൽ പിന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരിക. അവരെ മോനെ ക്ലാസ് എടുത്തേക്കണേ, ബസ് എടുത്തേക്കണേ, അല്ലെങ്കിൽ മറ്റൊന്നോട് പറയാം നീയാണേ നോമ്പുറക്കുമ്പോൾ ഫുഡൊക്കെ എടുത്തേക്കണ്ടി, അങ്ങനെ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അവരും ചെയ്യും. അപ്പോൾ നമുക്ക് പണികളൊക്കെ സ്മൂത്താക്കി കിട്ടും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ ഞാൻ വിശദമായിട്ടൊരു വിവരണം നൽകാം. എഅ്തികാഫ് ഇരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് സിൻസിയറായിട്ട് 100% ദുആ ചെയ്യുക. അത് ചിലപ്പോൾ അങ്ങനെ അള്ളാഹു വിചാരിച്ചാൽ നിങ്ങളെ ഭർത്താവിന് എൻ്റെ സ്റ്റിഫല്ലാത്ത വടി പോലെ നിൽക്കുന്ന ഭർത്താവും ചിലപ്പോൾ സമ്മതിച്ചെന്നിരിക്കും. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക. പഠിച്ചോനെ എനിക്ക് ഇക്കൊല്ലം തന്നെങ്കിൽ 10 ദിവസം എഅ്തികാഫ് ഇരിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെ ഹസ്ബൻഡ് മരിച്ചതല്ല, ഡിവോഴ്സാണ്. പക്ഷെ അവർ എല്ലാ കൊല്ലവും നോമ്പ് 20 കയറിയ പെരുന്നാളുടെ മാസം കണ്ടാലേ പള്ളിയിൽ നിന്ന് ഇറങ്ങുള്ളൂ. ഇതൊക്കെ 2-3 അന്വേഷണമായിട്ടൊക്കെ ഞാൻ പോയിട്ട് ചോദിക്കും, മുന്തസ്സ എനിക്ക് തീരെ സഹിക്കുന്നില്ലല്ലേ ഞാനിങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കും എന്നോട്. ഞാനിങ്ങനെ ഇബാദത്തൊക്കെ ആയിട്ട് നടക്കുന്നത് എനിക്ക് തീരെ സഹിക്കുന്നില്ലല്ലേ. കാരണം ഭർത്താക്കന്മാരുള്ളവർക്ക് അത്രയ്ക്ക് അങ്ങനെ 10 ദിവസമൊന്നും പോയിക്കാൻ പറ്റൂലല്ലോ. അവരന്ന് 20 കയറിയ മാസം കണ്ടാലേ പുറത്തിറങ്ങുള്ളൂ. എല്ലാ 10 ദിവസവും അത്രയ്ക്ക് കറക്റ്റ് പള്ളിയിലിരിക്കുന്ന. അപ്പോൾ അതൊക്കെയെന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രതിഫലമാണല്ലേ. എഅ്തികാഫ് ഇരുന്നാൽ എത്രമാതിരി ഓതും. നമ്മൾ ഹറമിൽ പോയ ഹജ്ജിനും ഉംറക്കും പോയ മാതിരി വേറൊരു ചിന്തയില്ലല്ലോ. ഭക്ഷണമൊക്കെ അവിടെ റെഡിമെയ്ഡാണ്, ഫ്രീ, ആർക്കും പൈസയൊന്നും വേണ്ട.
അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ എത്രമാത്രം പ്രതിഫലമാണ് വാരി കൂട്ടുന്നത്. അവരോടൊപ്പം എത്താൻ ഒന്നില്ലെങ്കിൽ തോള് ചേർന്ന് നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ള ഒരുപാട് പ്രതിഫലമുള്ള ചില കർമ്മങ്ങളിലേക്ക് നമ്മളെ അള്ളാഹു ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തരപ്പെടുത്തി തരട്ടെ. പിന്നെ ഒന്നുമില്ലെങ്കിലും ലൈലത്തുൽ ഖദർ പിന്നെ എത്തിക്കാഫ് ഇരുന്നവർക്ക് മാത്രമല്ല കേട്ടോ കിട്ടുക. പ്രത്യേകം ശ്രദ്ധിക്കാതെ എത്തിക്കാഫ് ഇരിക്കാത്തവർക്കും ലഭിക്കും ലൈലത്തുൽ ഖദർ. അപ്പോൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടും ഇങ്ങനെ പാതിരാത്രിയിൽ ഇങ്ങനെ ഓതിയും പാരായണം ചെയ്തു തീരെ പോകാൻ പറ്റൂല എന്നുള്ളവർ അതിനായിട്ടൊരു സജ്ജീകരണമൊക്കെ ഉണ്ടാക്കുക. നല്ല കട്ടിയുള്ള കാർപ്പറ്റൊക്കെ ഉണ്ടാവും വീട്ടിൽ പിയാപ്പിളക്കും വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ കാർപ്പറ്റോ അല്ലെങ്കിൽ നല്ല ബ്ലാങ്കറ്റോ വിരിച്ച് അവിടെ കിടന്ന് കുറച്ച് കാരക്കയും വെള്ളവും, കാരക്ക രാത്രി അത്താഴ സമയത്ത് കഴിക്കൽ സുന്നത്താണ്. തഹജ്ജുദിൻ്റെ സമയത്ത് കൂവപ്പൊടി കാച്ചിയതോ അല്ല തരി കാച്ചിയതോ അല്ലെങ്കിൽ ജീരകക്കഞ്ഞി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെച്ച് അതും തിന്ന് നിസ്കരിക്കുകയും ചെയ്യുക. കുറേ പിന്നെ ദിക്റെടുക്കുക, കുറേ ദുആ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് 20-ന് ശേഷം നമ്മുടെ പിന്നെ മിഷ്കാത്തിൽ ക്ലാസ്സും ഉണ്ടാവലുണ്ടെന്ന് തോന്നുന്നു. ക്ലാസ് കേൾക്കുക, എന്നിട്ടൊന്ന് ഉറക്ക് തൂങ്ങുന്നു തോന്നുമ്പോൾ സംസം കൊണ്ടൊന്ന് കണ്ണ് കഴുകുക. അങ്ങനെയൊക്കെ ചെയ്ത് കുറേ ദുആ ചെയ്ത് ദിക്ർ ചെയ്ത് ആ നിസ്കാരപ്പായി തന്നെ ഇരിക്കുക. ഭാഗ്യത്തിനെങ്ങാൻ ആ സമയത്ത് ലൈലത്തുൽ ഖദറും പിന്നെ അള്ളാഹുവിൻ്റെ ജിബ്രീൽ അലൈഹിസ്സലാമും പരാപാരം മലക്കുകളും അങ്ങാൻ ഇറങ്ങിപ്പോയിട്ട് നമ്മളെ തൃപ്തിപ്പെട്ടാലോ അല്ലേ, നമ്മളെ പേരാല് ആ ഒരു രേഖയിൽ വന്ന് കിട്ടിയാൽ കഴിച്ചലായില്ലേ. ആ ഒരൊറ്റ രാത്രി കൊണ്ട് 83 വർഷത്തെ അമലുകളല്ലേ കിട്ടാൻ പോണതില്ലേ. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം. ദുആ ചെയ്യാണ്ടൊന്നും അള്ളാഹു വെറുതെ കൊണ്ടുപോയി തരൂല. ഈ ഔദുൽ കൗസറിലെ വെള്ളം കുടിക്കാനും സിറാത്ത് പാലം കുന്നോളം പ്രകാശത്തിൽ കൊടുങ്കാറ്റ് പോലെ കടക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ച് തന്നെ സ്വർഗത്തിൽ പോകാനും അല്ലേ. അല്ലാണ്ട് അന്ന് പോക്കിനൊരു ഹരമില്ല അല്ലേ. നബിൻ്റെ കയ്യും പിടിച്ച് എത്ര ആളുകൾ കടക്കാനുണ്ടാവൂലേ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരറ്റവും കിട്ടൂല അല്ലേ. കൊടാനക്കൂടി മനുഷ്യന്മാരെങ്ങനെ നബിൻ്റെ കൈ ഇടിക്കുക, അള്ളാഹു ആലോ അല്ലേ. അതൊക്കെ മിറാക്കിൾ തന്നെയാണ്. അതിനു വേണ്ടിയൊക്കെ ദുആ ചെയ്ത് പിന്നെ ചോദിച്ച് വാങ്ങുക. അതന്നെ. പിന്നെ ഒരുപാട് സംസാരങ്ങൾ, ഒരുപാട് മനസ്സ് തോന്നിയ കാര്യങ്ങൾ സ്പീച്ച് ഫോളോ ചെയ്യുക. അനാവശ്യ കാര്യങ്ങളിലൊന്നും ആരായിട്ടും വർത്തമാനത്തിനോ സംസാരത്തിനോ ഫോൺ വിളിക്കൊന്നും. ഇപ്പം തന്നെ മെസ്സേജ് വളരെ കുറഞ്ഞു കേട്ടോ. പെണ്ണുങ്ങളൊക്കെ കുറേ അഡ്വാൻസ്ഡ് ആണെന്ന് തോന്നി. ഇപ്പം ഗ്രൂപ്പിലൊന്നും ഒരുപാട് മെസ്സേജുകളേ ഇല്ല. ഏറ്റവും അത്യാവശ്യം ചാരിറ്റിക്കാർ അതുണ്ടോ ഇതുണ്ടോ എന്ന് ചോദിച്ച് വിളിക്കല്ലാണ്ട് വേറൊരു വിളിയും തെളിയൊന്നും ഇല്ല. ആളുകളൊക്കെ കുറേ ബെറ്ററായി എന്ന് വേണം മനസ്സിലാക്കാൻ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. നമ്മൾ കിട്ടുന്ന സമയം മുഴുവനും അമലിൽ മാത്രമായിക്കൊണ്ടാവും അല്ലേ. ഞാൻ പറഞ്ഞല്ലോ, പുറത്തുള്ള മക്കളും ഗൾഫിലുള്ള മക്കളൊക്കെ വിളിച്ചിട്ട് അതുപോലെ പാല് ചിന്തിയ കഥയും കുട്ടി പാമ്പേഴ്സിൽ മൂത്രമൊഴിച്ച കഥയൊന്നും പറയാനൊന്നും നിൽക്കണ്ട. അതൊന്നും കേൾക്കുകയും വേണ്ട. ആ ഫോൺ കോളൊക്കെ നിർത്തിയേക്കാൻ പറയണം. ദിക്റിലും ദുആകളിലും ഒരു സുബ്ഹാനല്ലാഹ് ഇല്ല 70,000 ഒക്കെ കൂലി കിട്ടുന്ന ആ മഹത്തായ സമയം വെറുതെ നഷ്ടപ്പെടുത്തണ്ട അല്ലേ. പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒരു ബോർഡർ ലെവൽ കീപ്പ് ചെയ്യണം. മാത്രമല്ല, ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പോസ്റ്റർ ഇട്ടുതരാം, അതെല്ലാവർക്കും അയച്ചു കൊടുത്താൽ മതി. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മയാക്കാൻ എല്ലാ ഗ്രൂപ്പിലൊന്നും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ആൾക്കാരങ്ങനെ ഫോൺ വിളി കുറച്ചോളും. അല്ല, ബന്ധുമിത്രാദികളൊക്കെ അറിയിച്ചാൽ ഇങ്ങനെയാണ് നമ്മളഞ്ഞ് വിളിച്ച് കളിക്കേണ്ടെന്നുള്ള. അപ്പോൾ ഓൽക്കൊരു ബോധം ഉണ്ടാവും. ചിലർ പിന്നെ ഇതൊക്കെ കേട്ടാലും എന്തൊരു വർത്താനം ഉണ്ടല്ലോ അതുപോലെയാണ്. ഈ വലത്തെ ചെവി കൂടെ കേട്ട് ഇടത്തെ ചെവി കൂടെ ആവിയായി പോകും. ഓല് പിന്നെയും വിളിക്കാൻ നിൽക്കും. പക്ഷെ അങ്ങനത്തെ വിളിയും കോളൊന്നും അറ്റൻഡ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ റമദാനിലെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹജ്ജ് ചെയ്യാനുള്ളൊരു ഭാഗ്യം അല്ലേ. റമദാനിൽ ചെയ്താലേ ഉള്ളൂ ഹജ്ജിൻ്റെ കൂലി കിട്ടുക. അപ്പോൾ അടുത്ത കൊല്ലം, ഈ കൊല്ലം ഏതായാലും പോയി, അടുത്ത കൊല്ലം തന്നെങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കല്ല, ആർക്കെല്ലാം പൂതിയുണ്ട് അവർക്കെല്ലാം വേണ്ടിയിട്ട് അല്ലേ. പിന്നെ റവാത്തിബ് സുന്നത്തിന് നമ്മൾ നിസ്കാരത്തിലേക്ക് വുളു ചെയ്യുമ്പോഴും നിസ്കാരത്തിന് പ്രവേശിക്കുമ്പോഴും പണ്ടൊക്കെ ബാങ്ക് കേട്ട് പോയി നിസ്കരിച്ചോളി എന്നേനും പറയലില്ലേ. എപ്പോഴും അങ്ങനെയല്ല. ബാങ്കിന് വേണ്ടി പ്രതീക്ഷിച്ച് വുളു എടുത്തിരിക്കലാണ്. അപ്പം അത്രയും സമയം നിസ്കാരത്തിൻ്റെ പ്രതിഫലമാണ് അല്ലേ. 4 മണിൻ്റെ അസർ ബാങ്കിന് വേണ്ടി 3 മണിക്ക് നമ്മൾ വുളു എടുത്തിരുന്നാൽ 3 മുതൽ 4 മണി വരെ നമസ്കരിച്ചു എന്നാണ് എഴുതുക അല്ലേ. അപ്പോൾ ആ ഒരു പ്രതിഫലത്തിൻ്റെ രേഖയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ അന്നേരം റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിനോടൊപ്പം വുളുവിൻ്റെ നിയ്യത്തും കൂടി ചെയ്യുക. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പോൾ ഞാനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്താൽ ചാർട്ടിൻ്റെ PDF ഇടും, പിന്നെ അത് വാട്സപ്പ് ഇടും. അതിൽ നിങ്ങൾക്ക് പിന്നെ ടിക്ക് ചെയ്ത് പോകാം. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്യാത്തത്, എത്ര ജുസു ഓതി, പിന്നെ എത്ര അവയാണോ സ്കരിച്ചത്, അല്ല ക്യാമുലയിലാണോ അല്ല രണ്ടും നിസ്കരിച്ചോ, അങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പിന്നെ എഴുതാൻ പറ്റും. പിന്നെ നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ റെഡ് മാർക്ക് കൊണ്ട് ടിക്ക് ചെയ്യണം.
അപ്പോൾ നിങ്ങൾക്ക് അതിനൊരു അവബോധം ഉണ്ടാവും, അത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തില്ലല്ലോ, എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒരുപാട് റെഡ് മാർക്ക് വന്നു പോയല്ലോ എന്നുള്ളൊരു ബേജാറുകൊണ്ട് ഒന്നും കൂടെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ ഉറക്ക് വല്ലാണ്ട് കലശമായിട്ട് ഉറക്കുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ട് ഉറങ്ങി തെളിയണം കേട്ടോ. അല്ലാണ്ട് പിന്നെ ചെയ്യുന്ന അമലുകളിലൊന്നും തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. കാരണം നാം നമുക്കെതിരെ ചിലപ്പോൾ തഹജ്ജുദിലൊക്കെ ദുആ ചെയ്യാനിടയുണ്ട്. അതുകൊണ്ടാണ് ചടവോടുകൂടി നമസ്കരിക്കരുതെന്ന് പറയുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മളെ അടുക്കളയിലുള്ള ചെയ്യുന്ന പണികളൊക്കെ എങ്ങനെ എളുപ്പമാക്കാം എന്നതിനെക്കുറിച്ചിട്ടൊരു ചെറിയൊരു ക്ലാസ്, ഒരു ചെറിയ വിശദീകരണം ഞാൻ നൽകാം. കാരണം നമ്മളൊക്കെ തന്നെ വെറുതെ പണിയെടുത്ത് അടുക്കളയിൽ മരിക്കുന്ന പോലെ എത്ര ചെയ്താലും ചോദിക്കും നീ എന്താ ചെയ്തതെന്നില്ലേ. അത് കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് മരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരുപാട് സമയം അടുക്കളയിൽ മെനക്കെടാണ്ട് കുറഞ്ഞ സമയം പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനുണ്ട്. അത്തരത്തിലുള്ള ഒരു വീഡിയോ ഇതിൻ്റെ പുറകിൽ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ്. വബില്ലാഹി തൗഫീഖ്. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്റഫുൽ ഹൽഖി അംബിയായി വൽ മുർസലീൻ. റബ്ബന